ഓക്കെ, വെൽക്കം ബാക്ക്. സാധാരണ പറയാറുള്ളത് പോലെ തന്നെ പറ്റാവുന്ന ആളുകളൊക്കെ വീഡിയോയിൽ വരിക. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഇൻ്റഗ്രേറ്റഡ് ഓപ്റ്റിമിസം പ്രോസസ്സാണ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ അവസാന ഭാഗം ഫോർഗിവ്നെസ്സിൻ്റെ ഒരു തെറപ്പി നമ്മൾ ഇന്ന് ചെയ്യുമെന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. നമ്മൾ അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് സമയം നമ്മൾ ഫോർഗിവ്നെസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണല് പൊതുവെ എല്ലാവർക്കും പരിചിതമായിരിക്കും. എന്തായാലും ഫോർഗിവ്നെസ്സും ഒരുപാട് ആളുകൾ പരിശീലിച്ചതായിരിക്കും. നമ്മളൊരു ഇൻ്റഗ്രേറ്റഡ് ഓപ്റ്റിമിസം മോഡിൽ ഫോർഗിവ്നെസ്സിൻ്റെ ഒരു പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിഫോർ ദാറ്റ് എനി ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ പ്രീവിയസ് സെഷൻ? നമുക്ക് അങ്ങനെ തുടങ്ങാം. എന്തെങ്കിലും ചോദ്യങ്ങൾ കഴിഞ്ഞ സെഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതർവൈസ് എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഷെയർ ചെയ്ത് കൊണ്ടുപോവാം. എന്നിട്ട് നമുക്ക് ഗൈഡഡ് ഫോർഗിവ്നെസ് മെഡിറ്റേഷനിലേക്ക് പോകാം. എന്നിട്ട് ഇന്നത്തെ സെഷനിലേക്ക് പോകാം. ഓക്കെ, ഗുഡ് ഈവനിങ് മുഹമ്മദ് ജി. ഗുഡ് ഈവനിങ്. ഞാൻ എൻ്റെ ഗ്രൂപ്പില് നമ്മളുടെ ആ മൂന്ന് ഇത് പഠിപ്പിച്ചിരുന്നു, നമ്മുടെ മൂന്ന് ആക്ടിവിറ്റീസ്. ആ ആ ആദ്യം തന്നെ നമ്മളുടെ കോർ ഇഷ്യൂസിനെ പറ്റി പറഞ്ഞു. ആ എന്നിട്ട് പിന്നെ ഞാൻ ആ മൂന്ന് നമ്മൾ ചെയ്ത മറ്റേ ലവിൻ്റെയും പോസിറ്റീവ് തോട്ടിൻ്റെയും വിസ്ഡം ആൻഡ് നോളജിൻ്റെയും ഉം, അത് ചെയ്തു. അപ്പോൾ ഉം, ഇപ്പൊ ഗ്രൂപ്പിൽ അതൊരു ചാലഞ്ച് പോലെ എടുത്തിരിക്കുക എല്ലാവരും. അപ്പൊ ഡെയിലി ഓരോരുത്തർ ചെയ്ത് കഴിഞ്ഞാൽ ഡൺ ഡൺ എന്നല്ല, അങ്ങനെ എല്ലാ ദിവസവും ഇപ്പോൾ കുറെ പേര് അതിൽ ഡെയിലി അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് അവര് പറഞ്ഞ ഒരു എളുപ്പ വഴി ഇപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ പോലും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതെന്താന്ന് വെച്ചാൽ ബെഡിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ബെഡിലിരുന്ന് ചെയ്യാം. അതാവുമ്പോൾ അത് നടക്കും. ഉം, അതല്ലെങ്കിൽ പിന്നെ ചെയ്യാന്ന് വിചാരിച്ചാല് അത് പിന്നെ അവസാനം നമ്മൾക്ക് തിരക്കാണല്ലോ. ഉം. എപ്പോഴും നമ്മൾ ഓരോ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പം ബെഡിലിരുന്ന് ആദ്യം അത് ചെയ്തിട്ട് മാത്രമാണ് എണീക്കുന്നത്. അപ്പൊ എല്ലാവരും ഇപ്പൊ അതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഗ്രൂപ്പ് ഇപ്പൊ എന്നും എല്ലാവരും ഞാൻ രാവിലെ തന്നെ ചെയ്തു, ഞാൻ അപ്പൊ ചെയ്തു, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എല്ലാവരും ഇപ്പൊ ഭയങ്കര എൻതൂസിയാസ്റ്റിക് ആയിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ താങ്ക് യു, ഒരു ബിഗ് താങ്ക്സ് നിങ്ങളോട് അതിന്. സോ ഹാപ്പി ടു ഹിയർ ദാറ്റ്. അല്ലെ, നമുക്ക് കുറെ ആളുകളെ ബെഡിൽ നിന്ന് എണീക്കുന്നതിന് ഒരു പാറ്റേൺ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയെങ്കിൽ വലിയ കാര്യമാണത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നേക്ക് മാറ്റി വെക്കില്ലല്ലോ അങ്ങനെ ആവുമ്പോൾ. എന്തായാലും നമ്മൾ എണ്ണിക്കണം. എണ്ണിക്കുമ്പോൾ അത് ചെയ്തേ പറ്റൂ എന്നുള്ളത് കൊണ്ട് അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. സന്തോഷം. അതിൽ Yeah. കുറെ പേര് ആദ്യം ചെയ്തപ്പോൾ തന്നെ ആ ഒരു നമ്മളുടെ ലാസ്റ്റ് നോളജ് ആൻഡ് വിസ്ഡമിൽ നമ്മൾ ആ ഒരു ലൈറ്റ് പാസ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞതിൽ പലരും പറഞ്ഞു അവർക്ക് ശരിക്കും അങ്ങനെ അത് ഫീൽ ചെയ്തു. കാരണം അതിൽ കുറെ പേര് കുറെ ആയിട്ട് എൻ്റെ റിലാക്സേഷൻ കണ്ടിന്യൂസ്ലി എത്രയോ ആഴ്ചയായിട്ട് ചെയ്യുന്നതാ. അപ്പൊ ഉം. എനിക്ക് തോന്നുന്നത് എൻ്റെ തന്നെ വോയിസ് ആണല്ലോ അവർ കേൾക്കുന്നത്. അപ്പൊ അതില് അവർക്ക് അത് ആ ഒരു ഇത് ഫോളോ ചെയ്യാൻ ഒരു ട്രസ്റ്റ് നല്ലത് ബിൽഡ് ചെയ്ത് പോയത് കൊണ്ടുള്ള ഇതായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. Yeah. ദാറ്റ് വാസ് ഓൾസോ വെരി ഗുഡ്. അവർക്കെല്ലാം അത് ഫീൽ ചെയ്തു ആ ഒരു ഇതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ദാറ്റ്സ് വെരി ഗുഡ് എന്ന്. അപ്പൊ കിട്ടാത്തവരോട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഗ്രാജുവലി അത് Gradually. ശരിയാവും. നിങ്ങൾ Exactly. ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കല്ല, ഡെയിലി റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ അതിന്റെ ഡിഫറൻസ് കിട്ടും എന്ന് പറഞ്ഞു. Yes. Yes. അപ്പോൾ എന്തായാലും കുറെ ആൾക്ക് കിട്ടുന്നു. അത് മറ്റുള്ളവർക്കുള്ള ഒരു പ്രതീക്ഷയാണല്ലോ. പിന്നെ ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വോയിസ്, നമുക്ക് ട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തി പറയുമ്പോൾ ആളുകൾ അത് വളരെ വേഗത്തിൽ ആക്സെപ്റ്റ് ചെയ്യും. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നുണ്ട് അതിന്റെ കാരണം. എന്തുകൊണ്ടാണ് ഈ ട്രസ്റ്റ് ഉള്ള ആളുകൾ പറയുന്ന സമയത്ത് നമുക്ക് വളരെ വേഗത്തിൽ അത് ദഹിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു സയൻസ് കൂടി നമ്മൾ ഇന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ സെഷൻ അവസാനിപ്പിക്കുക. ഗുഡ്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു നോക്കിയോ? എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എൻ്റെ റിക്വസ്റ്റ്, നമുക്ക് എല്ലാ സെഷനിലും നമുക്ക് പ്രാക്ടീസ് ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാ സെഷനിലും. അത് നിങ്ങൾ ചെയ്ത് നോക്കണം. എന്നാലേ ഇത് നമുക്ക് ഇഫക്റ്റീവ് ആവുള്ളൂ.
ഞാൻ വെറുതെ ഒരു ക്ലാസ് എടുത്ത് നിങ്ങളെ കേൾപ്പിച്ച് പോകുന്നതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളെല്ലാ മിക്ക മോഡ്യൂളുകളും പോകുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. സമയമില്ലെങ്കിൽ ചെറുതായിട്ട് സമയം ഉണ്ടാക്കിയിട്ട് ചെയ്യണം എന്നുള്ളതാണ്. കാരണം അപ്പോഴേ നമുക്കത് ഫീൽ ചെയ്യും. നമുക്ക് കാണുന്നത്, കേൾക്കുന്നത്, ഫീൽ ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഇതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോവുക. ഇന്ന് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ വേറൊരു ആസ്പെക്ട്സിൽ കാണാൻ പോവുകയാണ്. അവിടെ നമ്മളത് പറയുന്നുണ്ട്. അപ്പൊ എൻ്റെ റിക്വസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കണം എന്നുള്ളതാണ്. ഓക്കെ, മറ്റാർക്കും ഒന്നും പറയാനില്ലെങ്കിൽ നമ്മൾ നേരെ ഒരു പ്രാക്ടിക്കൽ സെഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക. നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ ചെയ്യുന്നത് ഗൈഡഡ് ഫോർഗിവ്നെസ് മെഡിറ്റേഷൻ ആണ്. നമ്മൾ എങ്ങനെയാണ് ഫോർഗിവ്നെസ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മറ്റ് ശബ്ദങ്ങളൊന്നും ഇല്ലാതെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഇരിക്കും. വീഡിയോ ഓണാക്കിയിരിക്കാൻ പറ്റുന്നവർക്ക് ഓണാക്കിയിരിക്കാം. ഇന്റഗ്രൽ ഓപ്റ്റിമിസം സെഷന്റെ ക്ലാസ്സുകളിൽ പറ്റാവുന്നവരൊക്കെയും വീഡിയോയിൽ വരണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. കാരണം നമ്മളൊരു പോസിറ്റീവ് ഫീല് പരസ്പരം കാണുമ്പോൾ ഉണ്ടാവുന്നുണ്ടല്ലോ, അതുകൂടി നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് കണ്ടുകൊണ്ട് ഇരിക്കാൻ പറ്റുന്നവർ പരമാവധി കണ്ടുകൊണ്ടിരിക്കുക. എനിവേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ട്, ഒന്നുകിൽ നിങ്ങൾക്ക് കിടക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ കിടക്കാം, അല്ലെങ്കിൽ ചാരി ഇരിക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ ചാരി ഇരിക്കാം. വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളുടെ കണ്ണുകള് സോഫനാവാൻ അനുവദിക്കുക. കണ്ണുകൾ റിലാക്സ് ചെയ്യുക. സാവകാശം കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ സോഫനാക്കിക്കൊണ്ട് റിലാക്സ് ചെയ്തുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കണ്ണുകൾ സാവകാശം അടക്കുക. ഗുഡ്. വളരെ സ്ലോ ആയിട്ട് ഡീപ്പായിട്ട് ഒരു ബ്രെത്ത് എടുക്കുക. സ്ലോ ആയിട്ട് ഡീപ്പായിട്ട് അകത്തേക്കൊരു ശ്വാസം എടുക്കുക. ഇത്തിരി സമയം ഹോൾഡ് ചെയ്ത് ജെന്റ്ലി എക്സെയിൽ ചെയ്യുക. എവിടെയും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് എക്സെയിൽ ചെയ്യുക. അങ്ങനെ ഏതാനും ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ ശരീരം ഒന്ന് സെറ്റിലാവാൻ അനുവദിക്കുക. സെറ്റിലാവാൻ അനുവദിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു കംഫർട്ട് ശരിക്ക് ഫീൽ ചെയ്യുന്നത് വരെ ഡീപ്പായിട്ട് അകത്തേക്ക് ബ്രെത്ത് എടുത്തുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് ഫ്രീ ആയിട്ട് ബോഡിയിൽ എവിടെയും യാതൊരു സ്ട്രെസ്സും കൊടുക്കാതെ എക്സെയിൽ ചെയ്യുക. ഫ്രീലി slowly inhale and hold for some time. Gently exhale and let your body and mind settle. മനസ്സും ശരീരവും നമ്മുടെ ശ്വാസഗതിയുമായി സെറ്റിലാവാൻ അനുവദിക്കുക. ശ്വാസത്തിന്റെ താളത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബോഡിയുടെ വെയിറ്റ് അങ്ങനെ ഫീൽ ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ടിരിക്കെ തന്നെ നിങ്ങളുടെ ബോഡിയുടെ വെയിറ്റ് ഫീൽ ചെയ്യുക. അതെവിടെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ചെയറിലോ ബെഡിലോ ആ ബോഡി വളരെ സുഖകരമായി സപ്പോർട്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു പ്രയാസവും ഇല്ലാതെ നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റണം. ഷോൾഡറുകൾ നന്നായിട്ട് റിലാക്സ് ചെയ്യുക. ഷോൾഡറൊക്കെ അയച്ച് താഴ്ത്തിയിടുക. നിങ്ങളുടെ കീഴ്ത്താടി ലൂസൻ ചെയ്യുക. ഫീൽ ദ റിതം ഓഫ് യുവർ ബ്രീത്തിങ്.
ബ്രീത്തിങ്ങിന്റെ ആ റിതം അങ്ങനെ ആസ്വദിക്കുക, അങ്ങനെ അനുഭവിക്കുക. ഇൻഹെയില് ചെയ്യുന്നത്, എക്സെയില് ചെയ്യുന്നത്, അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ബ്രെത്ത് എടുക്കുക. സ്റ്റഡി ആയിട്ട്, നാച്ചുറലായിട്ട്, എഫേർട്ട്ലെസ് ആയിട്ട് ബ്രീത്ത് എടുക്കുക. വളരെ ഫ്രീ ആയി, സ്വസ്ഥമായി, ശാന്തമായി, എഫേർട്ട് ഒന്നും എടുക്കാതെ അങ്ങനെ സെറ്റിൽ ചെയ്തുകൊണ്ട് ബ്രീത്ത് എടുത്തുകൊണ്ടിരിക്കുക. ഈ ബ്രെത്ത് എടുക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും ഫീൽ ചെയ്യാതെ നാച്ചുറലായിട്ട് ബ്രെത്ത് എടുക്കുക. ഓരോ തവണ എക്സെയിൽ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ടെൻഷൻ കുറഞ്ഞ് 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 വരുന്നത്. എക്സെയിലിനോടൊപ്പം ടെൻഷൻ പുറത്തേക്ക് പോകുന്നത് ഇമാജിൻ ചെയ്യുക. ബ്രെത്ത് പുറത്തേക്ക് പോകുന്നതോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡിനോടൊപ്പം നമ്മുടെ ടെൻഷനും സുഖകരമായി പുറത്തേക്ക് പോട്ടെ. ഓരോ തവണ നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും കാർബൺ ഡൈ ഓക്സൈഡിനോടൊപ്പം നിങ്ങളുടെ ടെൻഷനും സുഖകരമായി പുറത്തേക്ക് പോകട്ടെ. നിങ്ങളുടെ മനസ്സും ശരീരവും കൂടുതൽ കൂടുതൽ ഫ്രഷ് ആവട്ടെ. ഇനി നിങ്ങളുടെ ഒരു കൈ മെല്ലെ ചെസ്റ്റിലേക്ക് വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വയറിൽ വെക്കുക. ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ വെച്ചാൽ അവിടേക്ക് കൈ വെക്കുക. ചെസ്റ്റിലാണെങ്കിൽ ചെസ്റ്റിൽ, സ്റ്റൊമക്കിലാണെങ്കിൽ സ്റ്റൊമക്കിൽ. ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് കൈ വെക്കുക. കൈയിൻ്റെ ആ സോഫ്റ്റ് ടച്ച് നിങ്ങൾ അങ്ങനെ ഫീൽ ചെയ്യുക. നിങ്ങളുടെ തന്നെ ടച്ചിൻ്റെ ആ ഒരു വാംത്ത്, സോഫ്റ്റ്നെസ് അങ്ങനെ ഫീൽ ചെയ്യുക. ഇനി സാവകാശം നിങ്ങൾ നിങ്ങളോട് തന്നെ വളരെ ചെറിയ ശബ്ദത്തിൽ സംസാരിക്കണം. ഞാൻ എന്നെ ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെടുന്നു. മേ ഐ ബി ജെന്റിൽ വിത്ത് മൈസെൽഫ്. എനിക്ക് എന്നെ ഒത്തിരി ഒത്തിരി ഇഷ്ടം. എനിക്ക് എന്നെ ഹീല് ചെയ്യാനുള്ള കഴിവുണ്ട്. എനിക്ക് എന്നെ ഹീല് ചെയ്യാനുള്ള കഴിവുണ്ട്. സ്വാഭാവികമായി ശ്വാസമെടുക്കുന്നതോടൊപ്പം ശാന്തമായി ചെറിയ ശബ്ദത്തിൽ വളരെ സോഫ്റ്റായി വളരെ ഇഷ്ടത്തോടു കൂടി റിപ്പീറ്റ് ചെയ്യുക. എനിക്ക് എന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഹീല് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട്. Again, take a deep, gentle breath. Hold it for some time and exhale very slowly. മനസ്സും ശരീരവും റെഡിയാണെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച ഏതെങ്കിലും ഒരു ഓർമ്മ, നിങ്ങളെ വേദനിപ്പിച്ച ഏതെങ്കിലും ഒരു വ്യക്തി, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ തന്നെ ഉള്ളിൽ ഹീൽ ചെയ്യാത്ത ഏതെങ്കിലും ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ സാവകാശം അതിനെ നമ്മൾ മെല്ലെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. വളരെ കംഫർട്ടബിളായി റിലാക്സ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളെ വേദനിപ്പിച്ച വിഷമിപ്പിച്ച ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം, അതല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടെങ്കിൽ മാത്രം, ഇനി അതല്ല നിങ്ങളുടെ തന്നെ ഏതെങ്കിലും പാർട്ടിൽ എന്തെങ്കിലും ഹീൽ ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ മാത്രം അത് മനസ്സിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഒന്നും കൊണ്ടുവരാനില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വാക്കുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക.
അങ്ങനെ ഒരു വ്യക്തിയെ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഓർമ്മ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. ഒരു ഒബ്സർവറെ പോലെ, ഒരു നിരീക്ഷകനെ പോലെ നമ്മളതിൻ്റെ പാർട്ടല്ല, ഫീൽ ചെയ്തുകൊണ്ടല്ല, അങ്ങനെ ശ്രദ്ധിക്കുക. നമ്മളതിനെ തള്ളി മാറ്റുന്നുമില്ല, നമ്മളിലേക്ക് കൊണ്ടുവരുന്നുമില്ല, ജാസ്റ്റ് വിറ്റ്നസ്. അങ്ങനെ എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാക്കിയ വ്യക്തിയോ ഓർമ്മകളോ നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. ആൻഡ് യു ആർ ഫോക്കസിങ് ഓൺ യുവർ ബ്രത്ത്. വളരെ ജെന്റിലായി, വളരെ സ്ലോ ആയി, എഫേർട്ട്ലെസ് ആയി നമ്മൾ ബ്രത്ത് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ആ ഓർമ്മകളിലേക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി ഉണ്ടെങ്കിൽ അതിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഹീല് ചെയ്യാൻ ബാക്കിയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷൻസ് വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. ബോഡിയിൽ എവിടെയെങ്കിലും ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. സങ്കടം വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. ഇറിറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, വന്നോട്ടെ. നിങ്ങളൊന്നും തടയാൻ പോകുന്നില്ല. കാരണം നിങ്ങളിപ്പോൾ എന്തും അനുഭവിക്കാൻ പാകത്തിൽ സേഫാണ്, സുരക്ഷിതരാണ്. നിങ്ങളുടെ തന്നെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾ വളരെ വളരെ സുരക്ഷിതരാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഇമോഷൻസ് ഉണ്ടെങ്കിൽ, ബോഡിയിൽ എവിടെയെങ്കിലും ടൈറ്റ്നെസ് ഉണ്ടെങ്കിൽ, സാഡ്നെസ് ഉണ്ടെങ്കിൽ, ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം വന്നോട്ടെ. നിങ്ങളതെല്ലാം നോക്കിക്കാണും. നിങ്ങളതൊന്നും അനുഭവിക്കുന്നില്ല, നിങ്ങളത് നോക്കിക്കാണുക മാത്രം. എന്നിട്ട് അതിനെയൊക്കെ മനസ്സിലാക്കി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നുകിൽ മനസ്സിൽ പറയാം, അല്ലെങ്കിൽ ഉറക്കെ പറയാം, ദിസ് ഹേർട്ട് മീ, ഇതെന്നെ വേദനിപ്പിക്കുന്നുണ്ട്. വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ മാത്രം. വേദനിപ്പിക്കാൻ ഒന്നുമില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തെങ്കിലും വേദനിപ്പിക്കുന്ന വ്യക്തിയോ സംഭവങ്ങളോ ഉണ്ടെങ്കിൽ മെല്ലെ മനസ്സിൽ, അല്ലെങ്കിൽ ഇത്തിരി ഉറക്കെ പറയുക, ദിസ് ഹേർട്ട് മീ, ഇതെന്നെ വേദനിപ്പിക്കുന്നുണ്ട്. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ്, ആക്സെപ്റ്റ് ചെയ്യാണ്. ആൻഡ് ഐ ആം അലോഡ് ടു അക്നോളജ് ദാറ്റ്. ഞാനത് അംഗീകരിക്കുന്നുണ്ട്. ഇതെന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നു. റിപ്പീറ്റ്. ഇതെന്നെ വേദനിപ്പിക്കുന്നുണ്ട്, ഇതെന്നെ വേദനിപ്പിക്കുന്നുണ്ടെന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നു. ടേക്ക് എ പോസ് ആൻഡ് ഡീപ് ബ്രത്ത് അഗെയിൻ. ഒട്ടും എഫേർട്ട് ഇല്ലാതെ ഈസി ആയിട്ട് ബ്രത്ത് എടുക്കുക, ഹോൾഡ് ചെയ്യുക, മെല്ലെ എക്സൈൽ ചെയ്യുക. ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ബുദ്ധിമുട്ടിനെ, വ്യക്തിയാണെങ്കിൽ അയാളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ റെഡിയാകുമ്പോൾ സാവകാശം ആഡ് ചെയ്യുക. ഐ ആം വില്ലിംഗ് ടു റിലീസ് ദ ഹോൾഡ് ദിസ് ഹാസ് ഓൺ മീ. ഐ ചൂസ് പീസ്. ഞാൻ സമാധാനം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഇമോഷൻസ് ഞാൻ പൂർണ്ണമായും വിട്ടുകളയുകയാണ്. നിങ്ങൾ സാവകാശം ആ വ്യക്തിയെ നോക്കിക്കൊണ്ട്, ആ സംഭവത്തെ നോക്കിക്കൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് പറയുക, എൻ്റെ ഇമോഷൻസ് പൂർണ്ണമായും ഞാൻ റിലീസ് ചെയ്യണം. എനിക്ക് സമാധാനമായി ജീവിക്കണം. എൻ്റെ ഇമോഷൻസ് പൂർണ്ണമായും ഞാൻ റിലീസ് ചെയ്യാം. എൻ്റെ ഉള്ളിൽ പിടിച്ചു വെക്കുന്നില്ല. എല്ലാ ഇമോഷൻസും ഞാൻ പുറത്ത് കളയാൻ ആഗ്രഹിക്കുന്നു. ഐ ചൂസ് പീസ്. ഞാനെല്ലാം ഫോർഗിവ് ചെയ്യുന്നു. ഞാനെല്ലാം ഫോർഗിവ് ചെയ്യുന്നു. നിങ്ങളുടെ നെഞ്ചിൽ തൊട്ടുകൊണ്ട്, വയറിൽ തൊട്ടുകൊണ്ട്
എല്ലാ ഇമോഷൻസും റിലീസ് ചെയ്യാൻ അനുവദിക്കുക. പൂർണ്ണമായിട്ടും റിലീസ് ചെയ്യാൻ അനുവദിക്കുക. നിങ്ങളുടെ നെഞ്ചത്ത് വയറിൽ വെച്ച കൈ ഒരല്പം പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും നിങ്ങളോട് പുറത്തു കൊടുക്കുക. ആ പ്രയാസം അനുഭവിച്ച വ്യക്തിയെ നോക്കിക്കൊണ്ട്, ആ പ്രയാസം അനുഭവിച്ച സാഹചര്യത്തെ നോക്കിക്കൊണ്ട് മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക, ആ സമയത്ത് എന്നോടാവുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ പഠിക്കേണ്ടതെല്ലാം അതിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഭാരം പൂർണ്ണമായും ഞാൻ ഇറക്കി വെക്കുകയാണ്. നെഞ്ചത്തൊരിത്തിരി പ്രസ് ചെയ്തുകൊണ്ട് സാവകാശം ബുദ്ധിമുട്ടുണ്ടാക്കിയ വ്യക്തിയാണെങ്കിൽ, സംഭവമാണെങ്കിൽ, ഓർമ്മയാണെങ്കിൽ അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് പറയുക, ഐ ഡിഡ് ദ ബെസ്റ്റ് ഐ ന്യൂ ഹൗ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് പഠിക്കേണ്ടതെല്ലാം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാരം പൂർണ്ണമായും ഞാൻ ഇറക്കി വെക്കുകയാണ്. ബ്രത്തിൽ തന്നെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ ഭാരം കുറഞ്ഞ് 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 വരുന്നത് നിങ്ങൾക്ക് അങ്ങനെ അനുഭവിച്ചറിയാനാവും. ബോഡിയിൽ എവിടെങ്കിലും എന്തെങ്കിലും വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കുക. എന്തെങ്കിലും വെയിറ്റ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഓരോ തവണ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുമ്പോഴും നിങ്ങളുടെ ആ ഭാരം, പ്രയാസം പുറത്തേക്ക് പോകട്ടെ. നിങ്ങളുടെ ശരീരവും മനസ്സും കൂടുതൽ കൂടുതൽ ശാന്തമാകട്ടെ. നിങ്ങളുടെ മനസ്സും ശരീരവും കൂടുതൽ കൂടുതൽ ലൈറ്ററാവുന്നത്, കൂടുതൽ കൂടുതൽ മനോഹരമാകുന്നത്, റിലാക്സ് ആവുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനാവും. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. അതല്ല നിങ്ങളുടെ വയറിലാണ് ടച്ച് ചെയ്തതെങ്കിൽ ആ ടച്ചിലേക്ക്, കയ്യിൻ്റെ ടച്ചിലേക്ക് ശ്രദ്ധിക്കുക. എന്നിട്ട് റിപ്പീറ്റ് ചെയ്യുക, ഒന്നുകിൽ മനസ്സിൽ അല്ലെങ്കിൽ ഇത്തിരി ഉറക്കി. ഞാൻ ഉറച്ച മനസ്സോടുകൂടി സമാധാനം തിരഞ്ഞെടുക്കുന്നു. ഐ ചൂസ് പീസ്. ഞാൻ പൂർണ്ണമായും ഹീലാവുകയാണ്. ഐ ചൂസ് ഹീലിംഗ്. ഞാൻ പൂർണ്ണമായും എല്ലാ ഭാരങ്ങളിൽ നിന്നും ഫ്രീ ആവുകയാണ്. ഐ ചൂസ് ഫ്രീഡം. ഒരിക്കൽ കൂടി ഒരു ദീർഘശ്വാസം എടുത്ത് എഫേർട്ട്ലെസ് ആയിട്ട് സാവകാശം, വളരെ സാവകാശത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. മനസ്സും ശരീരവും ശാന്തമാകുന്നതും റിലാക്സ്ഡ് ആവുന്നത്, ലൈറ്ററാവുന്നത്, ഹൃദയം കൂടുതൽ വിശാലമാകുന്നത്, മനസ്സ് കൂടുതൽ ഓപ്പണപ്പ് ആവുന്നത്, എല്ലാം പുറത്തു കൊടുത്ത് ശാന്തമായ മനസ്സോടുകൂടി, സ്വസ്ഥമായ മനസ്സോടുകൂടി, സുഖകരമായ ശരീരത്തോടുകൂടി, കംപ്ലീറ്റ്ലി ഹീൽഡായ മനസ്സും ശരീരവുമായിട്ട് ഒരിക്കൽ കൂടി ഒരു ദീർഘശ്വാസം എടുക്കുക. ഇത്തിരി സമയം ഹോൾഡ് ചെയ്യുക. വളരെ സാവകാശം റിലീസ് ചെയ്യുക. ഇനി അകത്തേക്ക് ബ്രീത്ത് എടുക്കുമ്പോൾ യൂണിവേഴ്സിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ സ്നേഹം അകത്തേക്കെടുത്ത് നമ്മൾ കൈവച്ച ശരീരഭാഗത്ത് ആ സ്നേഹം പൂർണ്ണമായി നിറയുന്നത്, ആരോടും വെറുപ്പില്ലാത്ത, എല്ലാരോടും പുറത്തു കൊടുത്ത, പൂർണ്ണമായും സൗഖ്യം നേടിയ, ഹീൽഡായ മനസ്സും ശരീരവും
സ്നേഹം കൊണ്ട് നിറയട്ടെ. ഇപ്പോൾ നിങ്ങൾ അകത്തേക്ക് എടുക്കുന്നതും സ്നേഹമാണ്, പുറത്തേക്ക് കൊടുക്കുന്നതും സ്നേഹമാണ്. അകത്തേക്ക് ദീർഘമായി എടുക്കുന്നത് ലവാണ്, പുറത്തേക്ക് നിങ്ങൾ എക്സെയിൽ ചെയ്യുന്നത് ലവ്. ഹോൾഡ് ചെയ്യുന്ന സമയത്ത് മനസ്സും ശരീരവും നിറയുന്നത് ലവ് കൊണ്ടാണ്. വെൻ യു ആർ പെർഫെക്റ്റ്ലി ഓക്കെ, കംപ്ലീറ്റ്ലി ഓക്കെ, ജെന്റിലി ആൻഡ് സ്ലോലി, സാവകാശം കണ്ണുകൾ മെല്ലെ ചിമ്മി ചിമ്മി തുറക്കുക. ടേക്ക് യുവർ ഓൺ ടൈം. ആൻഡ് ജെന്റിലി റബ് യുവർ ഹാൻഡ്സ്. കൈകൾ കൂട്ടിത്തിരുമി കയ്യും മുഖവും ഒക്കെ തടവും. വേണമെങ്കിൽ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. എഴുന്നേറ്റിരിക്കണമെങ്കിൽ എഴുന്നേറ്റിരിക്കാം. മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഈ ചെയ്തതിന്റെ കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ഫോർഗിവ്നെസിന്റെ ഒരു ഇന്റഗ്രൽ ഓപ്റ്റിമിസം മോഡലാണ്. ഒരുപക്ഷെ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഇപ്പം അങ്ങനെ ദേഷ്യമുള്ള വ്യക്തികൾ ഉണ്ടാവണം എന്നില്ല, അങ്ങനെ സെറ്റിൽ ചെയ്യാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവണം എന്നില്ല. പക്ഷെ നമുക്ക് ഒരു ഹീലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നമുക്ക് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇത് ചെയ്തു കൊടുക്കാൻ ആവശ്യമായിട്ട് വന്നേക്കും. അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഗൈഡഡ് തെറപ്പിസ്റ്റ് ഗൈഡ് ചെയ്തുകൊണ്ട് ഫോർഗിവ്നെസ്സിലേക്ക് കൊണ്ടുപോകുന്ന രീതിയാണത്. എനർജൈസ്ഡ് ആൻഡ് പീസ്. ഗുഡ്, താങ്ക് യു. സോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫോർഗിവ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളിവിടെ വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തറ്റിക് എന്ന് പറയുന്ന എല്ലാ സാധ്യതകളും, ടച്ചിൻ്റെ സാധ്യതകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നമ്മൾ കംപ്ലീറ്റ്ലി ഈസിലി നമുക്ക് ഫോർഗിവ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? സ്ക്രിപ്റ്റ്, ഞാൻ ഈ പറഞ്ഞ സ്ക്രിപ്റ്റ് ഞാൻ ഗ്രൂപ്പിലിടാം. ഇത് ചെയ്തു കഴിഞ്ഞാൽ ആളുകളോട് പിന്നെ നമ്മൾ പറയേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാണ്. നമ്മൾ കിടക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് എവറി ഡേ നമ്മളൊരു 2 വരിയെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നമ്മൾ എഴുതുന്നത് ശീലമാക്കും. അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിലും നമുക്ക് ആരോടൊക്കെ നിങ്ങൾക്ക് നന്ദി പറയണം, അത് ദൈവത്തോടാവാം, മാതാപിതാക്കളോടാവാം, ഗുരുനാഥന്മാരോടാവാം, നമ്മൾ ആ ദിവസം സഹായിച്ച ഏതെങ്കിലും ഒരു വ്യക്തിയോടാവാം, നമ്മുടെ ജീവിത പങ്കാളിയോടാവാം. ആ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറയുമ്പോൾ അത് എഴുതൽ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. നമ്മൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഗ്രൂപ്പ് അതിന് ഉപയോഗിക്കുകയാണെങ്കിൽ സന്തോഷം. ഇപ്പൊ കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ കണ്ടുവരുന്ന, നേരത്തെ പറഞ്ഞൊരു കേസ് ഉണ്ട്. അവരെ കൊണ്ട് ഞാൻ ചെയ്യിച്ചത്, ഒന്ന്, അവരുടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഇപ്പോഴത്തെ തോട്ട്, പിന്നെ അവരതുകൊണ്ട് അനുഭവിക്കുന്ന ഫീലിങ്ങുകൾ, അതുപോലെ അത് ബോഡിയിൽ എവിടെ എന്ത് അനുഭവപ്പെടുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ഒരു പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫീലിങ്ങുകൾ, ഇതിങ്ങനെ എഴുതിച്ചു വന്ന് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും അവരോട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ ആവശ്യപ്പെട്ടു. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഈ കഴിഞ്ഞ 3 ദിവസം മുമ്പ് വരെ അവരെഴുതി. അവരേകദേശം അവരുടെ പ്രശ്നത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് അവരൊരു എക്സാമിന് വേണ്ടി നാളെ 10-ാം തീയതി, നാളെ 9, 10-ാം തീയതി അവർ ബാംഗ്ലൂരിലേക്ക് വരികയാണ്, UAE-യിൽ നിന്ന്. അവർക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായിരുന്നു, അവർക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അവർക്ക് പാസിങ് ഔട്ട് ഫീൽ, അതായത് അവരുടെ തന്നെ ശരിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ആത്മാവൊക്കെ വേർപെട്ടു പോകുന്നുള്ള ഫീൽ ഉണ്ടായിരുന്നു. നമ്മൾ തുടർച്ചയായി കാണുകയും വൺസ് ഇൻ എ വീക്ക് വെച്ച് കാണുകയും അവിടെ നമ്മൾ ഈ ഫോർഗിവ്നെസ് തെറപ്പി, അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഒക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തപ്പോൾ അവരിപ്പം മോർ ദാൻ 90% ഓക്കെയാണ്.
ഇനി കുറച്ച് ആങ്സൈറ്റി ഇഷ്യൂസ് ആണ് ബാക്കിയുള്ളത്. അപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ വളരെ വളരെ പവർഫുൾ ആണ്. നമ്മൾ വേറൊരാളിലേക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന സമയത്ത്, പറയുന്ന സമയത്ത് നമ്മളുടെ ഉള്ള് ശരിക്ക് ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് മാറും എന്നുള്ളതാണ്. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിന്റെ ഒരു ബ്യൂട്ടി. ഒന്നുമില്ല, നമ്മളൊരു ബുക്കിൽ നന്ദി പറയുന്നു. ആരോടൊക്കെയാണോ നന്ദി പറയേണ്ടത് അത് നമ്മൾ എഴുതി വെക്കുന്നു. ഇനി ആ ആളുകൾക്കത് അവരോട് പറയുകയോ എഴുതി അയക്കുകയോ ചെയ്യുന്നതും നല്ലതാണെന്നുള്ളതാണ്. ചെയ്യാൻ പറ്റുന്നവർക്ക് നമ്മൾ മറ്റുള്ളവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഫോർഗിവ്നെസ് നടക്കുന്നു. നമ്മൾ ഒരുപാട് 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 നമ്മൾ ഓക്കെ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഫോർഗിവ്നെസ് നടക്കുമ്പോൾ നമ്മളുടെ ഹാപ്പിനെസ് കൂടുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ചോദ്യങ്ങൾ ഫോർഗിവ്നെസ്സിന്റെ മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇതിന്റെ സ്ക്രിപ്റ്റ് ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് ഷെയർ ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ അറിയാത്തവരുണ്ടെങ്കിൽ ചോദിച്ചാൽ അത് പറയുകയും ചെയ്യാം. എല്ലാവർക്കും പരിചയം ഉണ്ടാവും അത്. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഇപ്പൊ സർവ്വസാധാരണമായിട്ട് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ബട്ട് ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് പവർഫുൾ. അത് വളരെ വളരെ പവർഫുൾ ആണെന്നുള്ളതാണ്. നമ്മൾ ഡയറി എഴുതുന്നത് പോലെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നൊരു ശീലാക്കുകയാണെങ്കിൽ വളരെ മനോഹരമായ റിസൾട്ട് അതുവഴി നമുക്ക് കിട്ടുന്നുള്ളത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്നത്തെ മോഡ്യൂളിലേക്ക് പോവുകയാണ്. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ മോഡ്യൂളിൽ നമ്മൾ ചെയ്യേണ്ട അവസാനത്തെ ആക്ടിവിറ്റി ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒത്തിരി ആക്ടിവിറ്റി ചെയ്തത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ ആഴ്ചയിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ മോഡ്യൂളിലേക്ക് മൂവ് ചെയ്യാം. അഗെയിൻ വെൽക്കം ബാക്ക്. ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ആക്സസ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ളതാണ്. സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ ധാരാളം കേട്ടതാണ്. സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ മനഃശാസ്ത്രം പഠിച്ച എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഒരു ഇത്തിരി വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ സമീപിക്കുന്നത്. കുറച്ചുകൂടി സയന്റിഫിക് ആയ രീതിയിൽ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്കൊന്ന് നോക്കാം. മാത്രമല്ല, എന്തിനാണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മളിൽ പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. NLP ലാംഗ്വേജിൽ പറഞ്ഞാൽ ഇന്റേണൽ മാപ്പ് എന്താണോ അതാണ് നമ്മുടെ എക്സ്റ്റേണൽ മാപ്പ് എന്നുള്ളത്. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കാര്യങ്ങൾ രൂപപ്പെടുന്നത്, അതെന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്റഗ്രൽ ഓപ്റ്റിമിസം വേൽ അതിനുള്ള പങ്ക് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒപ്പം സബ് കോൺഷ്യസ് മൈൻഡിന്റെ ചില ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ആക്സസ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ള നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് ബോധപൂർവം ഉപയോഗിക്കാൻ പറ്റണം. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളിൽ വളരെ വലിയ റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ മൈൻഡ് യുവർ മൈൻഡ് എന്നുള്ളതാണ്. നമ്മൾ മൈൻഡിനെ മൈൻഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മൈൻഡ് നമ്മളെ മൈൻഡ് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ ടു ബി ഫ്രാങ്ക് നമ്മൾ നമ്മുടെ മനസ്സാണ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അതിനെപ്പറ്റി നമുക്കൊരല്പം കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യുവർ ബ്രെയിൻ ക്യാൻ ബി ട്രെയിൻഡ് എന്നുള്ളതാണ്. നമ്മുടെ ബ്രെയിന് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും, അഥവാ മനസ്സിനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി ഇഫക്റ്റീവായ റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിനെ ട്രെയിൻ ചെയ്ത ഏറ്റവും കൂടുതൽ ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ട വ്യക്തിയാണ് മിൽട്ടൺ എറിക്സൺ. പിന്നെ 1901 മുതൽ 1980 വരെ ജീവിച്ച വ്യക്തിയാണ്. കുട്ടിക്കാലത്ത് തന്നെ, കഥയൊന്നും ഞാൻ പറയുന്നില്ല കാരണം പലവട്ടം ഞാൻ തന്നെ പറഞ്ഞ കഥകളായതുകൊണ്ടും, മാത്രമല്ല നിങ്ങൾക്ക് കഥകൾ വേണമെങ്കിൽ ഇഷ്ടം പോലെ ഇന്ന് ഗൂഗിളിൽ ലഭ്യമായതുകൊണ്ടും നമുക്കറിയാം പോളിയോ അഫക്റ്റഡ് കുട്ടിക്കാലത്ത് തന്നെ പോളിയോ ബാധിക്കുകയും മറ്റൊരു പണിയില്ലാത്തത് കൊണ്ട് നേച്ചർ നോക്കി എൻജോയ് ചെയ്യുകയും അങ്ങനെ ആളുകൾ നല്ല വാക്കുകൾ അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹത്തിൻ്റെ സെൻസറിയെ അദ്ദേഹം മനോഹരമായിട്ട് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ കഥ പറയുന്നതിലും കഥ കേൾക്കുന്നതിലും ഒക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്ത അദ്ദേഹം വളരെ ക്രിയേറ്റീവായിട്ട് മനസ്സിനെ ഉപയോഗിച്ച വ്യക്തി.
നിങ്ങൾ ഹിപ്നോസിസിന്റെ ലോകത്തേക്ക് കടക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് മുമ്പോ ഇദ്ദേഹത്തിന് ശേഷമോ ഇത്രയും നന്നായിട്ട് ഹിപ്നോസിസ് ഉപയോഗിച്ച ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റില്ല. അതിന് അദ്ദേഹം ഉപയോഗിച്ചത് മനുഷ്യന്റെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ സാധ്യതകളാണ്. മിൽട്ടൺ എറിക്സൺ എന്ന് പറയുന്നത് യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ നിങ്ങൾക്ക് അദ്ദേഹത്തെ കയറി പഠിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഹിപ്നോസിസും തെറാപ്പിയും പഠിക്കുന്ന വ്യക്തികൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയാണ് മിൽട്ടൺ എറിക്സൺ. അദ്ദേഹം ഇതിന്റെ സാധ്യതകൾ, സബ് കോൺഷ്യസ് മൈൻഡിന്റെ സാധ്യതകൾ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനഃശാസ്ത്രം പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്ര പഠിച്ചാലും തീരാത്തൊരു വ്യക്തി കൂടിയാണ് മിൽട്ടൺ എറിക്സൺ. കഥകളൊക്കെ വേണ്ടവര് യൂട്യൂബിലോ ഗൂഗിളിലോ കയറിയാൽ എല്ലാ കഥകളും കിട്ടും. ഹിപ്നോസിസ് ആണ് അദ്ദേഹം ഉപയോഗിച്ച ടൂള്. മറ്റ് മനഃശാസ്ത്ര ശാഖകളൊക്കെയും തന്നെ പിന്നെ കടമെടുത്തത് ഇദ്ദേഹത്തിന്റെ രീതികളാണ്. ഇദ്ദേഹത്തിന്റെ ഹിപ്നോസിസിന്റെ പേര് എറിക്സോണിയൻ ഹിപ്നോസിസ് അല്ലെങ്കിൽ കോൺവെർസേഷണൽ ഹിപ്നോസിസ് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ സംസാരിച്ചുകൊണ്ട് മനുഷ്യന്മാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം തെളിയിച്ചത്, അല്ലെ? ഇൻ ഹിസ് ലേറ്റർ ഇയേഴ്സ് ഹി ബിക്കെയിം എ ഗ്രേറ്റ് മാൻ ഓഫ് ഹിപ്നോസിസ്. പിന്നീട് അദ്ദേഹം ഏറ്റവും വലിയ ഹിപ്നോട്ടിസ്റ്റ് ആയിട്ട് മാറുകയും അതേപോലെ തന്നെ അദ്ദേഹം ഒരുപാട് ആളുകളെ അതുവഴി ട്രീറ്റ് ചെയ്യുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്റ്റ് യൂസ് ഓഫ് ദ മൈൻഡ് പൊട്ടൻഷ്യൽ, മനുഷ്യന്റെ മനസ്സിന്റെ സകല സാധ്യതകളും ഏറ്റവും, ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് ഭീകരമായ വിധത്തിൽ ഉപയോഗിച്ച വ്യക്തി എന്നുള്ളതാണ്. കാരണം അത്രയും മനോഹരമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ടോപ്പിക്ക് എറിക്സോണിയൻ ഹിപ്നോസിസ് അല്ലാത്തത് കൊണ്ട് ഞാൻ സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റി പറയുമ്പോൾ ഒരു ഇൻട്രോക്ക് വേണ്ടി അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളെയും ഉപയോഗിച്ചു എന്ന് മാത്രം. നമ്മൾ നോക്കുന്നത് മൈൻഡ് പാരഡൈമാണ്. എങ്ങനെയാണ് മൈൻഡിന്റെ പാരഡൈം നമ്മളിൽ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കുട്ടിക്കാലം മുതൽ എങ്ങനെയാണ് മനസ്സ് നമ്മളിൽ ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വാട്ട് ഈസ് മൈൻഡ് എന്നുള്ള ചോദ്യം, ക്ലീശേ ചോദ്യം ഞാൻ ഇനിയും ചോദിക്കുന്നില്ല. കാരണം അത് ഈ ഗ്രൂപ്പിനോട് പലപ്പോഴായിട്ട് പലതവണ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്. പക്ഷെ അതിനൊരു ഇത്തിരി ഡിഫറൻ്റ് ആയ രീതിയിൽ ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ സബ് കോൺഷ്യസ് മൈൻഡിന്റെ കാര്യങ്ങളിലേക്ക് വരികയാണ്. നമുക്കറിയാം വേർ ഈസ് മൈൻഡ് ഇൻ അവർ ബോഡി എന്ന് ചോദിച്ചതും ആ ചോദ്യവും ഞാൻ ചോദിക്കുന്നില്ല. കാരണം മൈൻഡ് ഒരു ഓർഗൺ അല്ല എന്ന് നമുക്കറിയാം. മൈൻഡ് ഒരു അവയവമല്ല. നമ്മുടെ ബോഡിയിൽ എവിടെയാണെന്ന് പറയണമെങ്കിൽ അതൊരു അവയവമായിരിക്കണം എന്നുള്ളതാണ്. മൈൻഡ് ഒരിക്കലും ഒരു അവയവമല്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇസ് എ പ്രോസസ്. ഇന്റഗ്രൽ ഓപ്റ്റിമിസം ഈസ് എ പ്രോസസ് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. മൈൻഡ് ഒരു പ്രോസസ്സാണ്. എന്താണ് ആ പ്രോസസ് എന്ന് ചോദിച്ചാൽ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ഇൻ ന്യൂറോൺ നെറ്റ്വർക്ക് എന്നാണ്. നമ്മുടെ നാഡീകോശങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ നാഡീകോശങ്ങളുടെ സിനാപ്സുകൾക്കിടയിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനെയാണ് നമ്മൾ മൈൻഡ് എന്ന് ബയോളജിക്കലി അതല്ലെങ്കിൽ കൃത്യമായിട്ട് ഇപ്പോൾ ഉള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. മനസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. ഇലക്ട്രിസിറ്റിയും കെമിക്കലും എല്ലാം കൂടി ചേർന്ന് നമ്മുടെ ബോഡിയിൽ ബ്രെയിനിൽ നടക്കുന്ന നാഡീകോശങ്ങൾക്കിടയിൽ നടക്കുന്ന, ബ്രെയിനിൽ മാത്രമാണോ എന്ന് ചോദിച്ചാലല്ല, നമ്മുടെ എവിടെയൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൈൻഡ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും മൈൻഡും ബോഡിയും എന്ന് പറയുന്നത് ഒരുപോലെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ശരീരത്തിന്റെ എല്ലാ കോശങ്ങളിലും ട്രില്യൺ കണക്കിന് കോശങ്ങളിലും മൈൻഡ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് കോംപ്ലിമെന്റിങ് ഈച്ച് അതർ. മൈൻഡും ബോഡിയും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഒരു സിസ്റ്റത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് മൈൻഡും ബോഡി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും, നമ്മുടെ ശരീരത്തിലെ സകല നാഡീ ഞരമ്പുകളിലും നമ്മുടെ കോശങ്ങളുണ്ട്. ഈ കോശങ്ങളുടെ ഇടയിൽ നടക്കുന്ന എല്ലാ രാസപ്രവർത്തനങ്ങളിലും മൈൻഡിന്റെ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. ഈ കാര്യങ്ങൾ ഞാൻ നീട്ടിപ്പരത്തി പറയാത്തത് എൻ്റെ അടുത്തുനിന്നോ മറ്റുള്ളവരുടെ അടുത്തുനിന്നോ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കാൻ സാധ്യതയുള്ള വാക്കായിരിക്കും എന്താണ് മനസ്സ് എന്നുള്ളത്, എവിടെയാണ് മനസ്സ് എന്നുള്ളതൊക്കെ. അതിനിപ്പം നമുക്കൊരു തീരുമാനമായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ നൂറ്റാണ്ടിൽ ബ്രെയിനിനെ പറ്റി കൂടുതൽ ഗവേഷണങ്ങൾ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ വ്യക്തി നിൽക്കുന്ന ഡെഫിനിഷൻ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. നമ്മുടെ
കോശങ്ങൾക്കിടയിൽ നടക്കുന്ന, പ്രത്യേകിച്ചും നാഡീകോശങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ബ്രെയിനിലാണ്. സെയിം ടൈം എല്ലാ കോശങ്ങളിലും അതിൻ്റെ എന്താണ് പ്രകമ്പനങ്ങളുണ്ട്. ഇവിടെ എല്ലാം നടക്കുന്ന ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനാണ് മൈൻഡ് എന്നുള്ളതാണ്. അത് ആ ഒരു ക്ലീശ ചോദ്യമായതുകൊണ്ടും പലപ്പോഴായിട്ട് ഞാൻ തന്നെ ഈ ക്ലാസ്സിൽ ആദ്യം അറ്റൻഡ് ചെയ്യുന്നവർക്ക്, ഒരുപക്ഷെ എൻ്റെ ക്ലാസ് ആദ്യം അറ്റൻഡ് ചെയ്യുന്നവർ എൻ്റെ അടുത്തുനിന്ന് ആദ്യം കേൾക്കുകയാണെങ്കിൽ പോലും ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ മൈൻഡിനെ നമുക്ക് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. കോൺഷ്യസ് മൈൻഡ് എന്താണെന്ന് ചോദിച്ചാൽ അത് തിങ്കിങ് മൈൻഡാണ്. നിങ്ങൾ റൈറ്റ് നൗ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കോൺഷ്യസ് മൈൻഡ് കൊണ്ടാണ്. അതുപോലെ തന്നെ അതിനെ മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അത് എഡ്യൂക്കേറ്റഡ് മൈൻഡാണ്. നമ്മൾ പഠിപ്പിച്ചെടുക്കുന്ന മനസ്സാണ് കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡിനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അതിനെ അല്ലെങ്കിൽ നമുക്ക് ഇന്റലക്ട് എന്ന് വിളിക്കാം, ഇന്റലിജൻസ് എന്ന് വിളിക്കാം. കോൺഷ്യസ് മൈൻഡാണ് ശരിക്കും നമുക്ക് ഇന്റലിജൻസ് അല്ലെങ്കിൽ ബുദ്ധിപൂർവം ചിന്തിക്കുന്നത്, അനലൈസ് ചെയ്യുന്നത്, നമ്മൾ കാര്യങ്ങളെ അപഗ്രഥിക്കുന്നതൊക്കെ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നതിനെ നമ്മൾ ഇമോഷണൽ മൈൻഡ് എന്നാണ് വിളിക്കുന്നത്. അല്ലെ, സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ഇമോഷണൽ മൈൻഡ് എന്നാണ് വിളിക്കുന്നത്. കാരണം വൈകാരികമായ കാര്യങ്ങൾ കംപ്ലീറ്റ് നിയന്ത്രിക്കുന്നത് സബ് കോൺഷ്യസ് തലത്തു നിന്നാണ്. അതുകൊണ്ടാണല്ലോ ചിലപ്പോഴൊക്കെ ദേഷ്യം പിടിച്ചിട്ട് നമ്മൾ ഇനി ദേഷ്യം പിടിക്കേണ്ടെന്ന് വിചാരിച്ചാലും നമ്മൾ പിന്നീടും ദേഷ്യം പിടിച്ചു പോകുന്നത്. അല്ലെങ്കിൽ സങ്കടപ്പെട്ടിട്ട് ഇനി ഞാൻ ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങൾക്ക് സങ്കടപ്പെടൂല എന്ന് വിചാരിച്ചിട്ട് വീണ്ടും നമ്മൾ സങ്കടപ്പെട്ടു പോകുന്നത്. അതല്ലെങ്കിൽ നമുക്ക് പേടി വന്നിട്ട് ഇതിനൊന്നും ഞാൻ പേടിക്കേണ്ടതില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെയും നമ്മൾ പേടിച്ചു പോകുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് ഇമോഷണൽ മൈൻഡ് ആയതുകൊണ്ടാണ്. കോൺഷ്യസ് മൈൻഡിൽ നമുക്കറിയാം, ഇതിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു OCD കേസ് ഇന്ന് എനിക്ക് അയച്ച മെസ്സേജ്, എനിക്കറിയാം ഇത് ചെയ്യേണ്ടതില്ല, പക്ഷെ എനിക്ക് പറ്റുന്നില്ല, ഞാൻ ചെയ്തു പോവുക. ഇവിടെ നമ്മൾ ഇമോഷണൽ മൈൻഡിന്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. ഇതൊന്നുമല്ല നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്, എങ്ങനെയാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് രൂപപ്പെടുന്നത്, ഒരു ഇന്റഗ്രൽ ഓപ്റ്റിമിസം വേയിൽ എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ്. എങ്കിലും എന്താണ് കോൺഷ്യസ് മൈൻഡ് എന്നും എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നും ഒരല്പം പറയാതെ പോയാൽ നമുക്ക് അവിടേക്ക് എത്തുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പൊ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിന് തെരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ട്. ഇപ്പോ എന്നെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് മിണ്ടാനും മിണ്ടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നെ നോക്കാനും നോക്കി ചിരിക്കാനും ചിരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. കോൺഷ്യസ് മൈൻഡിന് തെരഞ്ഞെടുക്കാൻ സാധിക്കും. അഥവാ ആക്സെപ്റ്റ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും പറ്റും. ഒരു കാര്യത്തെ നമുക്ക് കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ചുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാം. ഇപ്പൊ ഞാനൊരു കാര്യത്തിന് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യെസ് എന്നോ നോ പറയാൻ പറ്റുന്നത് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. അഥവാ നമുക്ക് ഒറിജിനേറ്റ്, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് കൃത്യമായിട്ട് ബോധപൂർവം വരുന്നത് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. ഇപ്പൊ കോൺഷ്യസ് മൈൻഡ് ഒരു മോശം കാര്യമോ, കോൺഷ്യസ് മൈൻഡ് ഒരു വേണ്ടാത്ത കാര്യമോ, കോൺഷ്യസ് മൈൻഡ് ഒരു ആവശ്യമില്ലാത്ത സംഭവമോ, കോൺഷ്യസ് മൈൻഡ് നമുക്ക് ഗുണമില്ലാത്തതോ അല്ല. നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഷ്യസ് മൈൻഡാണ്. വേണ്ടത് തിരഞ്ഞെടുക്കാനും വേണ്ടാത്തത് റിജക്റ്റ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് കോൺഷ്യസ് മൈൻഡാണ്. മറ്റൊരു പ്രത്യേകത ഉള്ളത്, കോൺഷ്യസ് മൈൻഡിലൂടെ മാത്രമേ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആക്സസ് ഉള്ളൂ എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത മസ്റ്റ് ആക്സെപ്റ്റ്. സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു കാര്യം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാനൊന്നും പറ്റൂല, നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു സംഗതി എത്തിക്കഴിഞ്ഞാൽ, അതുകൊണ്ടാണല്ലോ ലിഫ്റ്റിൽ ഒരിക്കൽ കുടുങ്ങിപ്പോയ ആള് പേടിച്ചു പോയാൽ ലിഫ്റ്റ് കാണുമ്പോൾ ഒക്കെ കോൺഷ്യസ് മൈൻഡിന് അറിയാം ഒരുപാട് ആളുകൾ ലിഫ്റ്റിൽ കയറുന്നുണ്ട് പോകുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ നമുക്കൊറ്റക്ക് ലിഫ്റ്റ് കയറിയാൽ നമുക്കത് പിന്നെ ഒട്ടും അതിൽ നിൽക്കാൻ പറ്റാതെ വരുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് ആ പേടി ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത്. സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞെങ്കിലേ പിന്നീട് അതിന് മാറ്റം ഉണ്ടാവൂ എന്നുള്ളതാണ്. ഇവിടെ ചൂസ് ചെയ്യാനുള്ളതില്ല, റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തെങ്കിലും ഒന്ന് എത്തിക്കഴിഞ്ഞാൽ
അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഉദാഹരണം ഞാൻ പറയാം, റിജക്റ്റ് ചെയ്യാൻ പറ്റൂല സബ് കോൺഷ്യസ് മൈൻഡിന് എന്നുള്ളതാണ്. അതുപോലെ തന്നെ റിയൽ ഇമേജ്, ഇതിന്റെ മറ്റൊരു പ്രശ്നം അതാണ്, യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതും സബ് കോൺഷ്യസ് മൈൻഡിന് ഒരുപോലെയാണ്, ഇമേജിൻ ചെയ്യുന്നതും സബ് കോൺഷ്യസ് മൈൻഡിന് ഒരുപോലെ. കാണ്ട് ഡിഫറൻഷിയേറ്റ്, വേർതിരിച്ചറിയാൻ പറ്റൂല എന്നുള്ള. കോൺഷ്യസ് മൈൻഡിന് നമുക്കറിയാം, ഒരു സംഗതി ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമ്മൾ പിന്നെ ആലോചിച്ചതാണ് എന്നുള്ളത്. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിന് ഈ തരം തിരിവുകളൊന്നുമില്ല. അത് അങ്ങനെ തന്നെ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മളൊരു മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയമൊക്കെ ചുറ്റുവട്ടത്തെക്കുറിച്ച് ഓക്കെ ആയിരിക്കും. കുറച്ചങ്ങ് കഴിയുമ്പോൾ നമ്മൾ ആ മൂവിയിൽ മുഴുകിപ്പോകുന്നതും കഥാപാത്രത്തോടൊപ്പം സഞ്ചരിക്കുന്നതും കഥാഗതിയോടൊപ്പം സഞ്ചരിക്കുന്നതും നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അങ്ങോട്ട് സ്വിച്ച് ഓഫ് ആവുകയും സബ് കോൺഷ്യസ് മൈൻഡ് അതിനങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. യഥാർത്ഥത്തിൽ നമുക്ക് പറയാൻ, ഒരു സിനിമ കാണുന്ന സമയത്ത് ഇത് അഭിനയിക്കുകയാണ്, ഇതിൽ നമുക്ക് ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒരു നല്ല മൂവി ആണെങ്കിൽ, ഇപ്പോ പുതിയൊരു മൂവി ഇറങ്ങിയിട്ടുണ്ട് കളങ്കാവൽ, കാണാൻ പറ്റിയിട്ടില്ല, നിർബന്ധമായിട്ടും കാണും. കാരണം അതില് മമ്മൂട്ടി സൈക്കോ ക്യാരക്ടറായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പൊ അത് പിന്നെ അതിൽ കണ്ട ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ ഫിലിം കണ്ട് ഇറങ്ങി വന്നിട്ട് പേടിഎമ്മില് മമ്മൂട്ടിയുടെ ശബ്ദം കേട്ടിട്ട് പോലും അയാളോട് ദേഷ്യം തോന്നി. അവര് തന്നെ പറയുന്ന കാര്യമുണ്ട്, മമ്മൂട്ടി അഭിനയിച്ചതാണ്, അയാളൊരു സൈക്കോ ക്യാരക്ടർ പ്രസന്റ് ചെയ്തതാണ്. പക്ഷെ ആ സാധനം തിയേറ്ററിന് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് അതിന്റെ ഒരു പ്രൊമോഷന്റെ സമയത്ത് അയാൾ പറയുന്ന, മമ്മൂട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ സിനിമയിൽ ഞാനൊരു ഗുഡ് സോൾ അല്ല, ഈ സിനിമ കണ്ടാൽ നിങ്ങൾ എന്നെ വെറുക്കും, മാത്രല്ല ഈ സിനിമ കണ്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നെ തിയേറ്ററിൽ ഉപേക്ഷിച്ച് പോകാൻ പറ്റൂല. കാരണം അത്രയധികം അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ്. നമുക്കറിയാം, കഥയാണ്, തിരക്കഥയാണ്, സ്ക്രിപ്റ്റാണ്, അഭിനയിച്ചതാണ്, ഒന്നിലേറെ തവണ എടുത്ത് ശരിയാക്കി അഭിനയിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് നമ്മുടെ മനസ്സിലേക്ക് പോകുന്നത് എന്തുകൊണ്ടെന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറയാം. പക്ഷെ മനസ്സിലേക്ക് പോകുന്നത് കൊണ്ട് അതവിടെ കിടക്കും എന്നുള്ളതാണ്. ഇങ്ങനെ നമുക്കത് റിജക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആളുകൾക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ സിനിമകൾക്ക് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നത്, സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുക്കുന്നത്, 16+, 18+ ഒക്കെ പറയുന്നത്. അതിന്റെ മുമ്പ് കണ്ടു കഴിഞ്ഞാൽ ഒട്ടും അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പോവില്ല, പിന്നീട് പോലും ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ രണ്ട് മൈൻഡിന്റെ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ എങ്ങനെ നോക്കണം, ഇന്റഗ്രൽ ഓപ്റ്റിമിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് ന്യൂറോൺ നെറ്റ്വർക്കിലാണ് മൈൻഡ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ പ്യുവർലി സയന്റിഫിക് ആയിട്ടാട്ടോ ഞാൻ പറയുന്നത് ഇന്ന്. സബ് കോൺഷ്യസ് മൈൻഡിന്റെ, നിങ്ങൾ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്നതിൽ നിന്ന് ഒരുപാട് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഗതികളാണ് നമ്മൾ പറയുന്നത്. പ്യുവർലി മൈൻഡ് സയന്റിഫിക് പ്രോസസ്സായി കണ്ടുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലും വർക്ക് ചെയ്യുന്ന, ന്യൂറോണുകൾക്കിടക്ക് വർക്ക് ചെയ്യുന്ന, കോശങ്ങൾക്കിടക്ക് വർക്ക് ചെയ്യുന്ന കെമിക്കൽ ആക്ടിവിറ്റിയെയാണ് നമ്മൾ മൈൻഡ് എന്ന് പറയുന്നത് എന്ന് ചുരുക്കി നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ മൈൻഡ് ഓൾ ഓവർ ദ ബോർഡ്, മനസ്സ് എവിടെയാണെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴത്തെ ഉത്തരം ഒറ്റ ഒന്നേ ഉള്ളൂ, ഇൻ എവരി സെൽ എന്നുള്ളതാണ്, എല്ലാ കോശത്തിലും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. റൈറ്റ്. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കാര്യങ്ങൾ പോകുന്നത്? ഇവിടെ മുതലാണ് നമ്മൾ ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് രൂപപ്പെടുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു, കോൺഷ്യസ് മൈൻഡിലൂടെയാണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, എക്സ്റ്റേണൽ ഇൻഫർമേഷൻ ആണ് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത്. അത് എത്താനുള്ള വഴികളും നമുക്കറിയാം, 5 സെൻസുകളിലൂടെയാണ്, പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന 5 സെൻസുകളിലൂടെയാണ് നമ്മൾ എത്തുന്നത്. അപ്പോ ഒന്നാമത് വിഷ്വലാണ്, രണ്ടാമത് ഓഡിറ്ററി ആണ്, മൂന്നാമത് കിനസ്തറ്റിക് ആണ്, ഫീലാണ്, നാലാമത് സ്മെല്ലാണ്, അഞ്ചാമത് ടേസ്റ്റ് ആണ്. അപ്പോ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ നിരന്തരം കാണുന്നത്, അത് എത്ര പെർസെൻറ്റേജ് കണക്കിൽ പറയുകയാണെങ്കിൽ
അറൗണ്ട് 65% കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത് കാഴ്ചകൾ വഴിയാണ് എന്നുള്ളതാണ്. ഒറ്റ മിനിറ്റ്. യെസ്. അപ്പൊ നമ്മൾ കാണുന്നത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. നിരന്തരമായിട്ട് നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നുള്ളത്. ഓക്കെ, എവിടുന്നോ ചില എക്സ്റ്റേണൽ സംഗതികൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വന്നതുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്. കാരണം എക്സ്റ്റേണൽ സംഗതികളാണ് നമ്മുടെ മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് എവിടോ അൺമ്യൂട്ട് ആയതും എക്സ്റ്റേണൽ കാര്യങ്ങളും വന്നതും. ഫൈൻ, ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് കാണണം? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 10 വയസ്സിൻ്റെ ഉള്ളിൽ എന്ത് കാണിക്കണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് പാരന്റിങ്ങിന്റെ കാര്യത്തിൽ. കാരണം 10 വയസ്സോട് കൂടിയാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് കാര്യമായിട്ട് ആക്റ്റീവ് ആവുന്നത്. 3 വയസ്സ് മുതൽ കോൺഷ്യസ് മൈൻഡ് മെല്ലെ തുടങ്ങുകയും അതിനുശേഷം ഒരു 10 വയസ്സോട് കൂടി കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ലോജിക്കൽ പാർട്ട് അനാലിസിസ് ഏറ്റെടുക്കുകയും ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ തെറാപ്പിയൊക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടിക്കാലത്ത് സംഭവിച്ച പലതും നമ്മളെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് കേൾക്കുന്ന കാര്യങ്ങൾ ഏകദേശം 20% നമ്മളതിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ സ്കൂളിൽ, ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്. എൻ്റെ സ്കൂളിൽ ഒരു ടീച്ചർ ഒരു പീരീഡിന്റെ ഇടക്ക്, ആ പീരീഡ് എനിക്ക് അവറില്ല, ഒരു പീരീഡിന്റെ ഇടക്ക് വല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ടും വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോന്നതിന്റെ കാരണം ഒരു കുട്ടി ഉപയോഗിച്ച വാക്ക. അത്രയും വൃത്തികെട്ട ഒരു വാക്ക് ഒരു ടീച്ചറോട് കുട്ടി 3-4 തവണ ടീച്ചർ ഈ കുട്ടിയെ പല കാര്യങ്ങൾ പറഞ്ഞൊന്ന് പ്രകോപിപ്പിച്ചപ്പോൾ ഈ കുട്ടി ഉപയോഗിച്ച വാക്ക് ഇതാണ്. അങ്ങനെ ടീച്ചർ വളരെ സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട് വന്ന് അവരുടെ കണ്ണ് നിറഞ്ഞിരുന്നു. അപ്പൊ അവര് ആ വാക്ക് എന്നോട് പറഞ്ഞു. അവർക്ക് ആ വാക്കിന്റെ അർത്ഥം പിന്നെ മറ്റൊരു സ്ഥലത്തുനിന്ന് വരുന്നതായതുകൊണ്ട് അത്ര അങ്ങോട്ട് വ്യക്തമല്ലാത്തത് കൊണ്ട് അവർക്ക് എന്നാലും അറിയാം അത് അത്രയും വൃത്തികെട്ട ഒരു വാക്കാണ് എന്നുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഈ കുട്ടിയെ വിളിച്ച് സംസാരിച്ച സമയത്ത് ഈ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കുട്ടി ചെറിയ കുട്ടിയായ അന്ന് മുതൽ ഇന്ന് വരെ ഈ കുട്ടിയുടെ ഫാദർ അമ്മയെ പിന്നെ മദ്യപിച്ച് വന്നിട്ട് വിളിക്കുന്ന വാക്കാണ്. അപ്പൊ ആ കുട്ടി ടീച്ചറോട് സോറി പറഞ്ഞു, എന്നോട് പറഞ്ഞു, ഞാൻ അറിയാതെ എൻ്റെ വായെന്ന് വന്നു പോയതാ. വളരെ കൃത്യമായിട്ട് കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് ഓൾമോസ്റ്റ് എവറി നൈറ്റ്, ഒരു കൗമാരപ്രായത്തിലുള്ള കുട്ടിയാണ് ഇപ്പം എന്നുള്ളത് ആ കുട്ടി പറയുന്നത്. ഏകദേശം 6 വയസ്സ് മുതൽ എനിക്ക് ഓർമ്മ ഉണ്ട്. തുടക്കത്തിൽ എല്ലാ ദിവസവും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അത് എല്ലാ ദിവസവുമാണ്. അതുകൊണ്ട് പിന്നെ ആ കുട്ടി കയ്യും കാലും പിടിച്ച് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്, ഇതെന്റെ ഫാദർ അറിയിക്കരുത്, എന്നെ ചിലപ്പോൾ വെട്ടിക്കൊന്നു കളയും ഇത് പറഞ്ഞ. ടീച്ചറോട് വേണമെങ്കിൽ അസംബ്ലിയിൽ വെച്ച് ഞാൻ മാപ്പ് പറയാം, ടീച്ചറെ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാം, ഞാൻ പറഞ്ഞു പോയതാണ്. ഇപ്പൊ നോക്കൂ, നിരന്തരം കേൾക്കുന്ന ഒരു സാധനം നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് പോയിട്ട് അത് പുറത്തേക്ക് വരുന്നുള്ളതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അതാ പറഞ്ഞത്, റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അറിയാതെ ആക്സെപ്റ്റ് ചെയ്ത് പോവും, അങ്ങോട്ട് കടന്നു ചെല്ലും. അത് നമ്മുടെ നിരന്തരം കേൾക്കുന്ന കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങൾ, നിരന്തരം കേൾക്കുന്ന കാര്യങ്ങളും കാണുന്ന കാര്യങ്ങളും എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ആളുകളെ ഈ തരത്തിലാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് പണ്ട് എത്രയോ മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടില്ലേ, നിങ്ങളുടെ ഒരു 5 കൂട്ടുകാരെ എനിക്ക് തരൂ, നിങ്ങളുടെ സ്വഭാവം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുമായിട്ടാണ് ഇടപെടുന്നത്, നിരന്തരം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്, അത് നമ്മൾ പോലും അറിയാതെ നമ്മളെ രൂപപ്പെടുത്തുന്നില്ല. ഏത് പ്രായത്തിലും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഏത് പ്രായത്തിലും എന്നുള്ളത് അതിന്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ പിന്നെ ഇപ്പോൾ വൺസ് ഇൻ എ മന്ത് കോട്ടക്കൽ ഒരു ക്ലിനിക്കിൽ മാസത്തിൽ ഒരു ദിവസം ഇരിക്കാറുണ്ട്. അവിടെ വന്നൊരു വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ പെൺകുട്ടികളുടെ അടുത്ത് ഇരിക്കുമ്പം പോലും പേടിയാണ്.
എൻ്റെ വായിന്ന് എന്തെങ്കിലും വേണ്ടാത്തത് വന്നു പോകുമോ എന്നുള്ളത്. അതുകൊണ്ട് അവരെടുത്ത് അടങ്ങിയിരിക്കല. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പിന്നെ ആ സിറ്റിയുടെ പേര് ഞാൻ പറയുന്നില്ല. ആ സിറ്റിയിൽ ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഞങ്ങൾ ഓട്ടോ ഡ്രൈവർമാർ ഓരോ പെണ്ണ് ഞങ്ങളുടെ മുമ്പിലൂടെ പോകുമ്പോഴും ഞങ്ങൾ പറയുന്ന കമൻറ്റുകളുണ്ട്. അവളോട് പറയുന്നതല്ല, ഞങ്ങൾ പരസ്പരം പറയുന്ന കമൻറ്റുകളുണ്ട്. എനിക്ക് 42 ഇയേഴ്സായി. ഞാൻ ഏകദേശം 20 വയസ്സ് മുതൽ ആ സിറ്റിയിൽ ഓട്ടോ ഓടിക്കുന്ന ആളാണ്. എൻ്റെ മക്കളെ എനിക്ക് അത്രയും കാര്യമാണ്. പക്ഷെ എൻ്റെ പെമ്മക്കളെ കണ്ടാൽ പോലും ഞാൻ അങ്ങനെ ചിന്തിച്ചു പോകുന്നു, പറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞ ഒരു സംഗതി. അപ്പൊ നോക്കൂ, നമ്മൾ ഇടപെടുന്നത്, നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത്, അവിടെ എന്താണോ കാണുന്നത്, അവിടെ എന്താണോ കേൾക്കുന്നത്, നമ്മൾ അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഒപ്പിയെടുക്കുകയും, ഓർക്കുക, നിരന്തരം കേൾക്കുന്ന കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ മാത്രമേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റൂ. റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. റിജക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അതുകൊണ്ട് നിരന്തരം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ പോലും അറിയാതെ പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ 20% ഓഡിറ്ററി, അതുപോലെ ഒരു 10% നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യം, അത് കണ്ടിട്ട് ഫീൽ ചെയ്യാം, അനുഭവിച്ചിട്ട് ഫീൽ ചെയ്യാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചൈൽഡ് അബ്യൂസിന് വിധേയരായ കുട്ടികൾ പലപ്പോഴും മറ്റുള്ളവരെ അബ്യൂസ് ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം. ചൈൽഡ് അബ്യൂസ് വിധേയരായിട്ടുള്ള ആളുകൾ, കാരണം അവർ ആ സമയത്ത് അനുഭവിക്കുന്ന വേദന പോലും മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവരെ പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ, ബാക്കി വരുന്ന 5% ഇത് രണ്ടിൽ നിന്നുമാണ്. ഓൾഫാക്ടറി, ഗസ്റ്റേറ്ററി തുടങ്ങിയ കാര്യങ്ങൾ. നിരന്തരം നമ്മൾ അനുഭവിക്കുന്ന സ്മെല്ലുകൾ പോലും അല്ലെങ്കിൽ ടേസ്റ്റുകൾ പോലും നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനിക്കും. ഇങ്ങനെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഫോം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കാണണം, എന്ത് കേൾക്കണം, എന്ത് അനുഭവിക്കണം എന്നുള്ളിടത്ത് നമ്മൾ ഏത് പ്രായത്തിലായാലും ശരി, നമ്മൾ ചില തെരഞ്ഞെടുപ്പുകൾ നടത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ അറിയാതെ അതിലേക്ക് പോകുന്നുള്ളതാണ്. ഈവൻ കൗൺസിലേഴ്സ് പോലും ശ്രദ്ധിക്കേണ്ടത്, നിരന്തരം നമ്മൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് മറികടക്കാനുള്ള വഴികൾ നമ്മൾ ആലോചിക്കണം എന്നുള്ളത്. കാരണം നിരന്തരം കേൾക്കുന്ന സംഗതികൾ നമ്മളായിട്ട് മാറുന്നു എന്നുള്ളതാണ്. സാറ് കുറച്ചുകൂടി കൃത്യം. ആ, സാറ് ഇപ്പൊ പറഞ്ഞ കാര്യം പിന്നെ അത് നമ്മളുടെ ഒന്നെങ്കിലും മാതാവ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ സിസ്റ്റർ ഇങ്ങനെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാന്ന്, നമ്മൾ കറ്റും അടുത്ത ഒരാളാന്ന് ഈ രീതിയിലെങ്കിലും നമുക്കതൊരു വലിയ വെല്ലുവിളിയുണ്ട് സാറ്. യാ, ഇനി രണ്ടാം എങ്കിൽ പോലും നമ്മളുടെ മനസ്സിനെ നമ്മൾ പോലും അറിയാതെ അത് സ്വാധീനിക്കാനുള്ള സാധ്യത ഉണ്ട്. അടുത്ത ആളുകളാണെങ്കിൽ കൂടുതലാണ്, കാരണം ഇമോഷണലി നമ്മൾ അതുമായിട്ട് കണക്റ്റഡ് ആണല്ലോ. അതെ, പക്ഷെ അവർ ഒരു പരിധി കൂടുതൽ നമുക്ക് ഒഴിവാക്കി നിർത്താനും പറ്റൂലല്ലോ, ചുറ്റും യെസ്, ഏറ്റവും അടുത്ത ആളായതുകൊണ്ട്. അവിടെയാണ് നമ്മൾ മറ്റെന്തെങ്കിലും പരിഹാരങ്ങൾ, ഇതിന്റെ ഓപ്പോസിറ്റ് കാണാൻ, ഇതിന്റെ ഓപ്പോസിറ്റ് കേൾക്കാൻ. അതിന് നമുക്ക് വീഡിയോസ് ഉപയോഗിക്കാം, നല്ല ആളുകളുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മളിപ്പോൾ കൗൺസിലേഴ്സ് എന്താ ചെയ്യുക? നമ്മൾ വൈകുന്നേരം വരെ സങ്കടവും പ്രയാസവും കേൾക്കുന്ന സമയത്ത് നമ്മൾ ചിരിക്കുന്ന ഒരു വീഡിയോ കണ്ട്, ഒരു മൂവി കണ്ട്, നമ്മളെ മെൻറ്ററുമായിട്ട് സംസാരിച്ച്, നമ്മൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്ത്, ഈ കേട്ടതിനെ ബോധപൂർവം ഒന്ന് അനലൈസ് ചെയ്ത്, അതാണ് ഇനി നമ്മൾ പറയാൻ പോണത്. അനലൈസ് ചെയ്തിട്ട് അതിനെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ശരിക്കും ഒരു വെല്ലുവിളി തന്നെയാണ് സാറല്ലേ. എങ്ങനെ? ശരിക്കും ഒരു വെല്ലുവിളി തന്നെയാണ്, ചുറ്റും ആ ഏറ്റവും ജീവിതം അടുത്ത ആൾക്കാർ ശരിക്കും അങ്ങനെ ഉണ്ടാവും. മനുഷ്യന്റെ മനസ്സ് ശരിക്കും ഒരു വെല്ലുവിളിയാണ്. പക്ഷെ അതിന്റെ അവസാന ഭാഗത്ത് ഞാൻ അതിന്റെ പരിഹാരം കൂടി പറയും. തീർച്ചയായിട്ടും അതിന്റെ പരിഹാരം കൂടി പറയും. കാരണം അതുണ്ടെങ്കിലാണല്ലോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. കാരണം പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെയാണ്. ഇപ്പൊ ഒത്തിരി കേസുകളിൽ നമുക്കിത് കാണാൻ പറ്റും. കുട്ടിക്കാലത്ത് കേൾക്കുന്ന കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങൾ, നമ്മൾ തന്നെ നിരന്തരം കേൾക്കുന്ന കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങൾ, നമ്മുടെ ഫ്രണ്ട്സൊക്കെ തന്നെ നമ്മളെ സ്വാധീനിക്കും. നമ്മുടെ ജീവിത പങ്കാളി നമ്മളെ സ്വാധീനിക്കും. നമ്മളുടെ മാതാപിതാക്കൾ നമ്മളെ സ്വാധീനിക്കും. മീഡിയ നമ്മളെ സ്വാധീനിക്കും. ഇതൊക്കെ കൃത്യമായിട്ട് നമ്മളെ സ്വാധീനിക്കും. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ, ഇപ്പൊ ഇലക്ഷന്റെ സമയമാണല്ലോ, നമുക്ക് ത്രിതല പഞ്ചായത്തിന്റെ ഒരേ തവണ തന്നെ ഒരേ അനൗൺസ്മെന്റുമായിട്ട് നമ്മളുടെ മുന്നിലൂടെ എന്തിനാ ഇത്രയധികം തവണ അവർ വിളിച്ചു പറഞ്ഞു പോണത്?
ഒരു തവണ പറഞ്ഞാൽ പോരെ പഞ്ചായത്തിലെ ഭരണസമിതി ചെയ്ത നേട്ടങ്ങളും കോട്ടങ്ങളും. നിങ്ങൾ 100 തവണ ഇത് കേൾക്കുമ്പോൾ അറിയാതെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിലേക്ക് വരുമെന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, പല രൂപത്തില് ഇപ്പൊ നിങ്ങൾ അവരെ ചിഹ്നം കാണിക്കുന്നുണ്ടാവും, അവരുണ്ടാക്കിയ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് റൈറ്റപ്പ് ആയിട്ട് തരുന്നുണ്ടായിരിക്കും. ഈവൻ നിങ്ങൾ വോട്ട് ചെയ്യേണ്ട ചിഹ്നം ഇത്രാമത്തതാണെന്ന് പറയുന്നുണ്ടാവും, അതുകൊണ്ടൊന്ന് കാണിച്ചു തരുന്നുണ്ടായിരിക്കും. നിങ്ങൾ അവരുടെ പാർട്ടിക്കാരാണെങ്കിൽ പോലും ഇതൊക്കെ ആവർത്തിച്ച് ചെയ്യുന്ന സമയത്ത് ആ യെസ്, ഹിറ്റ്ലേഴ്സ് പ്രോപ്പഗാണ്ട, എക്സാക്ട്ലി. ഇതൊക്കെ ആവർത്തിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മളിത് വിശ്വസിക്കാൻ തുടങ്ങും. ഇതാണ് പരസ്യത്തിന്റെ മനഃശാസ്ത്രം, ഇതാണ് പ്രോപ്പഗാണ്ടയുടെ മനഃശാസ്ത്രം, ഇതാണ് നമ്മൾ ആവർത്തിച്ച് നമ്മളോട് ചെയ്യുന്നതിന്റെ മനഃശാസ്ത്രം. കോടിക്കണക്കിന് ഉറുപ്പിയാണല്ലോ പരസ്യത്തിന് ചെലവഴിക്കുന്നത്. ഈ ഈ ചെലവഴിക്കുന്നവരൊന്നും വിഡ്ഢികളല്ലല്ലോ. നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിനെ ഇമോഷണലി കണക്റ്റ് ആവും. ചിലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടില്ലേ, എന്തിനാണ് സുന്ദരികളായ സിനിമാ നടികളെയും സുന്ദരന്മാരായ നടന്മാരെയും കളിക്കാരെയും ഒക്കെ അതിന് ഉപയോഗിക്കുന്നത്? ഓൾറെഡി മെസ്സിയും റൊണാൾഡോയും മോഹൻലാലും ദിലീപും മമ്മൂട്ടിയും ഒക്കെ നമ്മുടെ മനസ്സിൽ എവിടെയോ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട്. അവരൊരു കാര്യം പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് അത് കയറും. ഇങ്ങനെ വളരെ നന്നായിട്ട് പരസ്യ മേഖലയും പലരും ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഉപയോഗിക്കുന്നതിന്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് നിരന്തരം കണ്ടാൽ, നിരന്തരം കേട്ടാൽ, അത് നമുക്ക് ഇഷ്ടപ്പെടുന്നവരായാൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അറിയാതെ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്തു പോകും. അതുകൊണ്ട് ശരിയാണ് ആരോടും സർ. മറ്റേ ഇപ്പൊ ഒരു ട്രെൻഡായ ഒരു പാട്ടില്ലേ, ചേല കുറിമാനം. അത് ഞാൻ 2-3 പ്രാവശ്യം റീലൈറ്റ് ചെയ്തായിട്ട് ഫോണിൽ വന്നുകൊണ്ടുണ്ടായിട്ടുണ്ടായിരുന്നു. നിരന്തരമായിട്ട് 2-3 പ്രാവശ്യം കണ്ടു. ഇപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അറിയാതെ തന്നെ അതിന്റെ കംപ്ലീറ്റ് സ്റ്റെപ്പ് ഓട്ടോമാറ്റിക്കായി പഠിച്ചു. Yeah. അറിയാതെ തന്നെ, അതാണ് ഇതിന്റെ പ്രത്യേകത. അറിയാതെ തന്നെ നമ്മളെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റും. ഒരിത്തിരി അതിന്റെ ബാക്കി കാര്യം കൂടി പറയാം, അപ്പൊ അത് കുറച്ചുകൂടി വ്യക്തം. റൈറ്റ്. ഇപ്പൊ ഓക്കെ സർ, ക്രിട്ടിക്കൽ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഫോർ ദ ഇന്റർവെൻഷൻ. ഫൈൻ. നോക്കൂ, നമ്മുടെ കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത അത് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയാണ്. അതിൽ കുറച്ച് സമയം സംഗതികൾ നിൽക്കുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത്. അതുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ലോങ് ടേം മെമ്മറി. നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു കാര്യം എത്തിക്കഴിഞ്ഞാൽ അതോടെ കിടക്കും, അവിടുന്ന് വിട്ടു പോവില്ല. ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് അത് വളരെ വേഗത്തിൽ പോകും. നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് കോൺഷ്യസ് മൈൻഡ് കൊണ്ടാണ്. ഗുണവും ദോഷവും ഒക്കെ നമുക്ക് ഇതാക്കാൻ പറ്റുന്നത് കോൺഷ്യസ് മൈൻഡ് കൊണ്ടാണ്. അതേപോലെ തന്നെ ചിന്തിക്കുന്നതും കോൺഷ്യസ് മൈൻഡ് കൊണ്ടാണ്. അതുപോലെ തന്നെ പ്ലാൻ ചെയ്യുന്നതും കോൺഷ്യസ് മൈൻഡ് കൊണ്ടാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിലും നമ്മളിപ്പോൾ ചിന്തിച്ചതല്ല കുറച്ച് കഴിഞ്ഞാൽ ചിന്തിക്കുക, കാരണം അത് പെട്ടെന്ന് വിട്ടുപോകും. ഇപ്പം നമ്മൾ ഗുണവും ദോഷവും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ നമ്മളത് വിട്ടുപോകും. നമ്മൾ പലതും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും നടക്കാതെ പോകുന്നത് ഇത് ഷോർട്ട് ടേമാണ്. എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരുമ്പോൾ അത് ഇമോഷൻസാണ്. നമുക്ക് ഇമോഷണലി ഫീൽ ചെയ്ത കാര്യങ്ങളാണ് അത് ലോങ് ടേം ആയിട്ട് അവിടെ കിടക്കും. നമ്മുടെ ജീവിതത്തിൽ തന്നെ ആരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്, വിഷമിപ്പിച്ചിട്ടുള്ളത്, നമുക്ക് വല്ല പ്രൈസ് കിട്ടിയത്, നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അഭിനന്ദിച്ചതൊക്കെ നമ്മൾ അറിയാതെ ഇപ്പോഴും മനസ്സിൽ പച്ച പിടിച്ച് കിടക്കുന്നത് ഇമോഷൻസ് ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ ഹാബിറ്റ്സ്, ശീലങ്ങൾ, നിങ്ങൾ ഇന്ന് ചെയ്ത ആക്ടിവിറ്റി രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് വെറുതെ ഒന്ന് ഇരുന്ന് എഴുതി നോക്കിയാൽ അതിൽ 90% നിങ്ങൾ ശീലത്തിൽ ചെയ്യുന്നതായിരിക്കും. പല്ല് തേച്ചത് മുതൽ, കുളിച്ചത് മുതൽ, ഡ്രസ്സ് ധരിച്ചത് മുതൽ ഒരു എഫേർട്ടും ഇല്ലാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്തതായിരിക്കും അത്. അവിടെയൊന്നും നിങ്ങൾ പ്രത്യേകിച്ച് പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. അതുപോലെ നിങ്ങളുടെ ഫീലിംഗ്, നെഗറ്റീവായി വരുന്ന ഫീലിങ്ങുകളൊക്കെ കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. നമ്മളൊരു പണിയെടുക്കേണ്ട ആവശ്യമില്ല. അഡിക്ഷൻസ്, നിങ്ങൾ ഇപ്പോൾ മൊബൈലിന് അഡിക്റ്റഡ് ആണെങ്കിൽ, മദ്യത്തിനോ മയക്കുമരുന്നിനോ അഡിക്റ്റഡ് ആണെങ്കിൽ, എന്തിനെങ്കിലും അഡിക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അതങ്ങ് നമ്മളുടെ മൈൻഡ് സാധ്യമാക്കി തരുന്നത് അത് സബ് കോൺഷ്യസ് മൈൻഡിലായതുകൊണ്ട്. ഇൻവോളണ്ടറി ബോഡി ഫങ്ഷൻസ് നമുക്കറിയാലോ, നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനം, നമ്മുടെ പിന്നെ 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 ലങ്സിന്റെ പ്രവർത്തനം, ഇങ്ങനെയുള്ള ഇൻവോളണ്ടറി ആയ സകല പ്രവർത്തനങ്ങളും ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സബ്
കോൺഷ്യസ് മൈൻഡിൽ. അതുപോലെ റിലേഷൻഷിപ്പ് പാറ്റേൺസ്, നമ്മൾ ആളുകളുമായി ബന്ധമുണ്ടാക്കുന്ന രീതി മിക്കവാറും നമ്മുടെ പാരൻസുടെ രീതികളോ നമുക്ക് ഇഷ്ടപ്പെട്ട രീതികളോ ആയിരിക്കും. അതുപോലെ നമ്മുടെ ഡെവലപ്മെന്റൽ സ്റ്റേജ്, നമ്മൾ ഏത് സ്റ്റേജിൽ നമ്മൾ മെനാർക്കി ആവണം, ഏത് സ്റ്റേജിൽ നമ്മൾ പിന്നെ അഡൽട്ട് ആവണം, ഇതൊക്കെ ഓൾറെഡി റീസെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൽ. നമ്മുടെ ക്രിയേറ്റിവിറ്റി കിടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൽ. അതുപോലെ ഇഷ്ടങ്ങൾ കിടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൽ. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഗതി കാണുമ്പോൾ നമുക്കറിയാതെ വായിൽ വെള്ളം വന്നു പോകണം. ഇഷ്ടമുള്ള ഒരു സംഗതി കാണുമ്പോൾ അറിയാതെ നമ്മളത് ഉപയോഗിച്ച് പോകണം. നമ്മളത് വേണ്ടാന്ന് വിചാരിച്ചാൽ, ഷുഗറിന്റെ അസുഖമുള്ള ഒരാൾ ലഡു ഇപ്പൊ കഴിക്കാം ഇനി കഴിക്കൂല എന്ന് തീരുമാനിക്കുന്നതിന്റെ കാരണം സബ് കോൺഷ്യസ് മൈൻഡാണ് കൺട്രോൾ ചെയ്യുന്നത്. അയാൾ ചിന്തിക്കുന്നുണ്ട് ഇത് കഴിച്ചാൽ പ്രശ്നമാകും, പക്ഷെ അത് താൽക്കാലിക, ലോങ് ടേമിൽ ഇവിടെയാണ്. ഇങ്ങനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ കാര്യങ്ങളൊക്കെ ഫോം ചെയ്തത് 1 കണ്ടിട്ടാണ്, 2 കേട്ടിട്ടാണ്, 3 അനുഭവിച്ചിട്ടാണ്, 4 റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടാണ്, 5-മത്തത് ഇമോഷണലി സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്ന് പറഞ്ഞാൽ ന്യൂ ഇൻഫർമേഷൻ നമ്മളിലേക്ക് വരുമ്പോൾ ചില ചോദ്യം നമ്മുടെ ക്രിട്ടിക്കൽ മൈൻഡ് ചോദിക്കും. ഹൂ സേസ്? ഇവിടെ തന്നെ നേരത്തെ ഞാൻ മീനാക്ഷി മാം പറഞ്ഞ കാര്യം, ആര് പറഞ്ഞു? വിശ്വസിക്കാൻ പറ്റിയ ഒരാളാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ പിന്നെ അത് തള്ളിക്കളയില്ല, അല്ലെ? നമ്മളെ ക്രിട്ടിക്കൽ മൈൻഡ് ഒരു ചോദ്യം ചോദിക്കും, ഒരു സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾ പിന്നെ ഹൃദയത്തിൽ കൈവച്ചിട്ട് ഈ ആക്ടിവിറ്റി ചെയ്തോളൂ. ആരാത് പറഞ്ഞത് കാലങ്ങളായിട്ട് അറിയാവുന്ന സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള, പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് റിലാക്സേഷൻ മെത്തേഡ് പഠിപ്പിച്ചു തന്നിട്ടുള്ള, ഞങ്ങളുടെ ജീവിതത്തിലെ മാറ്റത്തിന് കാരണമായിട്ടുള്ള മീനാക്ഷി മേമാണ്. അതുകൊണ്ട് ഇനി ആരോടും ചോദിക്കേണ്ടതില്ല, അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അങ്ങോട്ട് പോകും. രാവിലെ അവർ സുഖമായിട്ട് എണീറ്റിട്ട് എന്ത് ചെയ്യും? ഈ പറഞ്ഞ കാര്യം അതുപോലെ ചെയ്യും. അതേ സമയത്ത് ഈ കാര്യം തന്നെ അവർ ഡെയിലി പച്ചക്കറി വാങ്ങുന്ന കടക്കാരനാണ് അവരോട് പറഞ്ഞതെങ്കിൽ അവരിത് ചെയ്യാൻ സാധ്യതയില്ല. കാരണം അയാൾ പറഞ്ഞാൽ ഇത് ചെയ്യാൻ, നമ്മളും ഇതുപോലെ തന്നെ ചില ആളുകൾ പറഞ്ഞാൽ നമ്മൾ തട്ടിക്കളയൂല, ചില ആളുകൾ പറഞ്ഞാൽ നമ്മൾ കേൾക്കും. ഇതാണ് നേരത്തെ പറഞ്ഞത്. എന്തുകൊണ്ടാണ് കറി പൗഡറിന്റെ പരസ്യത്തിന് മോഹൻലാലിനെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, മോഹൻലാൽ ഓൾറെഡി നമ്മുടെ മനസ്സിൽ ആക്സെപ്റ്റഡ് ആണ്, അയാൾ പറഞ്ഞാൽ കേൾക്കും. ബൂസ്റ്റുകാര് പിന്നെ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറുടെ പരസ്യം ഉപയോഗിക്കുന്നത്, അയാൾ നമ്മുടെ മനസ്സിൽ ഫിക്സഡ് ആണ്. സോപ്പ് തേക്കുന്ന നടിയുടെ ശരീരം കാണിക്കുന്നത്, അവളുടെ സൗന്ദര്യം നമ്മുടെ മനസ്സിൽ ഇതാണ്. ആര് പറയുന്നു? അപ്പൊ പറയുന്ന ആളെ നോക്കിയിട്ടാണ് അപ്പൊ ചില ആളുകൾ പറഞ്ഞ, നമ്മുടെ ഒരു അടുത്ത സുഹൃത്ത് പറഞ്ഞാൽ നമ്മളത് അംഗീകരിക്കും. അതുകൊണ്ടാണ് ഒരു മോശം സുഹൃത്താണെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വേഗത്തിൽ രൂപപ്പെടും. രണ്ടാമത്തെ കാര്യമാണ്, ഈസ് ഇറ്റ് റെലവന്റ്? എന്നെ സംബന്ധിച്ചിടത്തോളം അത് പറ്റിയതാണ്. ഇപ്പൊ മീനാക്ഷി മേമ പറഞ്ഞപ്പോ പണ്ട് പറഞ്ഞതൊക്കെയും അവരുടെ ലൈഫിൽ മാറ്റമുണ്ടാക്കിയ ഒരു കാര്യമായതുകൊണ്ട് അവർക്കത് റെലവന്റ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ, നമ്മളിപ്പം എല്ലാവരും പറഞ്ഞ കാര്യം നമുക്ക് റെലവന്റ് ആണെങ്കിലേ നമ്മൾ എടുക്കും, ഇല്ലെങ്കിൽ നമ്മളത് ക്രിട്ടിക്കൽ മൈൻഡിൽ വെച്ച് തന്നെ റിജക്റ്റ് ചെയ്യും. ഇവിടെ തന്നെ നമ്മൾ കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത. ചില ആള് പറഞ്ഞാൽ നമ്മൾ റിജക്റ്റ് ചെയ്യും, ചില ആള് പറഞ്ഞാൽ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഒരു ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയും അതേ കാര്യം വേറൊരാൾ പറഞ്ഞാൽ നമ്മൾ റിജക്റ്റ് ചെയ്യുകയും ചെയ്യാനുള്ള സാധ്യത. മറ്റൊന്നാണ് റെലവന്റ്. മൂന്നാമത് നമ്മൾ നോക്കുന്ന കാര്യം ഇതാണ്, എക്സിസ്റ്റിംഗ് നോളേജ്. നമുക്കറിയുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടതാവണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പൊ മീനാക്ഷി മാം തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിലില്ലാത്ത ഒരു 10 ആളെ, നിങ്ങൾ സൈക്കോളജിസ്റ്റ് ആണെന്നൊന്നും അറിയാത്ത ഒരു 10 ആളെ വിളിച്ചിട്ട് ഈ സംഗതി ഒന്ന് പറഞ്ഞു കൊടുത്തു നോക്ക്. നിങ്ങൾ ഒരു 5 ദിവസം അതിന്റെ ഫോളോ അപ്പ് ഒന്ന് എടുത്തു നോക്ക്. വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ആയിരിക്കും അത് ഫോളോ ചെയ്യുന്നത്. കാരണം അവരുടെ അറിവില് മനഃശാസ്ത്രത്തെ പറ്റി ധാരണ ഇല്ല, അവരുടെ അറിവില് മീനാക്ഷി മാം ഇതൊക്കെ ചെയ്യുന്ന ആളാണെന്നുള്ള ധാരണ ഇല്ല. അതുകൊണ്ട് തന്നെ അവരുടെ നിലവിലുള്ള അറിവുമായി ബന്ധപ്പെടുത്തി നോക്കുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവരത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. പിന്നെ അവരുടെ ബിലീഫ് സിസ്റ്റം, അവരുടെ വിശ്വാസമായിട്ട് ഈ 4 കാര്യങ്ങൾ ഒത്തു വന്നാലാണ് ഒരു സംഗതി എന്ത് ചെയ്യുക, കോൺഷ്യസ് മൈൻഡിലേക്ക്
സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് സാധാരണഗതിയിൽ പോവുക. ഈ വാക്ക് ശ്രദ്ധിക്കണേ, സാധാരണഗതിയിൽ പോവുക. എന്നാൽ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്ന ഒരു കാര്യമുണ്ട്. അതിന് ഞാൻ ഇന്ന് കേട്ടിട്ടുള്ള ഒരു കേസ് പറയാം. 16 വയസ്സായ ഒരു പെൺകുട്ടി കുട്ടിയുടെ മദറിനെയും കൂട്ടി ഇന്ന് ഹോസ്പിറ്റലിൽ പോയി. ഈ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ എത്തിയ സമയത്ത് മദറിന്റെ BP ഭയങ്കരമായിട്ട് കൂടുകയും അവൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ അവളോട് പറഞ്ഞു നമുക്ക് പെട്ടെന്ന് ICUവിലാക്കണം. അങ്ങനെ മദറിനെ പെട്ടെന്ന് ICUവിലാക്കുകയും ഇത്രയും സംഭവിച്ചതോടുകൂടി ഇവൾക്ക് പിന്നെ എന്താ ചെയ്യേണ്ടത് എന്നറിയാതെയായി. ഡോക്ടർമാർ വേണ്ടതൊക്കെ ചെയ്തു. ഏകദേശം 2 മണിക്കൂറോ മറ്റോ കഴിഞ്ഞതിന്റെ ശേഷമാണ് ഇവൾക്ക് പിന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് ഓർമ്മ വരുന്നത്. ആ സമയത്ത് ഇവള് വീട്ടിലേക്ക് വിളിച്ചു, ബാക്കിയുള്ളവരെ അറിയിച്ചു. ബാക്കിയുള്ളവർ വന്നിട്ട് ഇവളെ ഫയർ ചെയ്തു. ഇങ്ങനത്തെ ഒരു പ്രശ്നം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നീ മാത്രം കൊണ്ടുവന്നത് എന്തേ? നീ മാത്രം എന്തേ ഇങ്ങനെ ചെയ്യാൻ കാരണം? ഞങ്ങളൊന്നും നിങ്ങളുടെ ആരുമല്ലേ? ഞങ്ങളോട് പറഞ്ഞുകൂടായിരുന്നോ? ഞങ്ങൾ കൂടെ വരില്ലായിരുന്നോ? BP കൂടിയപ്പോൾ വിളിക്കേണ്ടതുണ്ടായിരുന്നില്ലയോ? ഇങ്ങനെ ഇവളെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റലിൽ വന്ന് മദറിനെ ഹോസ്പിറ്റലിൽ തന്നെ ഇവളെ ഫയർ ചെയ്തു. ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ പറഞ്ഞതോട് കൂടി കേട്ട പെൺകുട്ടിയുടെ മാനസിക നില തെറ്റി. അവൾ അവിടുന്ന് ഒക്കെ കരയാനും പിന്നെ അവളെ തന്നെ തലയൊക്കെ ചുമരിലിട്ടിടിക്കാനും ഒക്കെ തുടങ്ങി. ആ സമയത്ത് ഹോസ്പിറ്റലിലായതുകൊണ്ട് അവളെ കൊണ്ടുപോയി ട്രിപ്പ് ഇടുകയും അവളിപ്പോൾ ഒരു സൈക്യാട്രിക് പേഷ്യന്റിനെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുക, നോർമലായൊരു പെൺകുട്ടി. കാരണം അവളുടെ ഫാദറിന്റെ ഏട്ടൻ, അവളുടെ പിന്നെ അടുത്ത ബന്ധുക്കള് ഈ ഒരു 16 വയസ്സായ കുട്ടിയെ ചുറ്റും നിന്ന് അങ്ങോട്ട് ഇമോഷണലി അറ്റാക്ക് ചെയ്തപ്പോൾ അതെല്ലാം കൂടി അവളെ ഉള്ളിലേക്ക് പോയിട്ട് അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗ്യത്തിന് നമ്മളെ ക്ലാസ്സിൽ കേട്ടിരുന്ന ഒരാളവിടെ ഉണ്ടായി, മറ്റൊരു ക്ലാസ്സുമായിട്ട്. അവര് വളരെ പെട്ടെന്ന് ഇതിൽ ഇടപെടുകയും ഈ കുട്ടിയെ സഹായിക്കുകയും ഈ കുട്ടിക്ക് മുൻകൂട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നാവുകയും ഈ കുട്ടിയെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്തത് കൊണ്ട് ഡോക്ടർ മരുന്ന് കൊടുത്ത് വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. അവൾ ഇപ്പോഴും നോർമലായിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ ആര് പറഞ്ഞു എന്നുള്ളത് പ്രശ്നമല്ല. അവിടെയും പ്രശ്നമുണ്ട്, ആര് പറഞ്ഞത് വേണ്ടപ്പെട്ടവരാ പറഞ്ഞത്. പക്ഷെ അവിടെ എന്ത് ചെയ്തു, ഇതിനൊക്കെ മറികടന്ന് ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് പോയി. ഇതുപോലെയാണ് പലപ്പോഴും ജീവിതത്തിൽ ഒരു ലിഫ്റ്റ് കുടുങ്ങിപ്പോയാൽ ഈവൻ നല്ലൊരു അറിവുള്ള ആളാണെങ്കിൽ പോലും ആ സമയത്ത് ആ പേടി നമ്മളെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോകും. അതുകൊണ്ട് പലപ്പോഴും ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ നമ്മുടെ ഉള്ളിലേക്ക് പോണ സംഗതിയാണ് ഇമോഷൻ. ഇമോഷണൽ ഇൻസിഡന്റ് ഉണ്ടായാൽ നോ ക്വസ്റ്റ്യൻസ്, ഒരു ചോദ്യം ചോദിക്കൂല. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോവുകയും അത് നമ്മുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് എത്തുകയും അത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പാർട്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഇമോഷണലി സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇന്ന് എന്നെ വിളിച്ച് പറഞ്ഞ ഒരു കേസും എൻ്റെ ഫോണിൽ അതിൻ്റെ വോയിസ് കിടക്കുന്നുണ്ട്. അവർ പറഞ്ഞ കേസ് ഞാൻ പറഞ്ഞത്, ഇമോഷണലി എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ദീർഘകാലം നിലനിൽക്കുകയും അത് നമ്മുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യുന്നുള്ളതാണ്. ഇതാണ് ഹിപ്നോസിസിൽ ചെയ്യുന്നത്. നമ്മൾ ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന സമയത്ത് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന കോൺഷ്യസ് മൈൻഡിനെ ട്രാൻസിലേക്ക് കൊണ്ടുപോവുകയും എന്നിട്ട് നമ്മൾ ഒരു സജഷൻ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ അവരെ റിലാക്സ് ചെയ്ത് ട്രാൻസിൽ കൊണ്ടുപോയി ആര് പറഞ്ഞൊന്നും റെലവൻ്റ് ആണെന്നും ബിലീഫ് സിസ്റ്റത്തിനൊക്കെ മറികടക്കുന്ന രൂപത്തിൽ ട്രാൻസിൽ എത്തിച്ചിട്ട് സജഷൻ കൊടുക്കുമ്പോഴാണ് ഹിപ്നോസിസ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇമോഷണൽ ഇൻസിഡന്റ് നമ്മുടെ ജീവിതത്തെ പോസിറ്റീവായിട്ട് ബാധിക്കും, നെഗറ്റീവായിട്ടും ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ നല്ല അഭിനന്ദനവും കാര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതേ കാര്യങ്ങൾ വീണ്ടും ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ പോസിറ്റീവായിട്ട് നമ്മൾ അതിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ ഇമോഷണൽ സംഗതികൾ ആണ് പലപ്പോഴും തെറാപ്യൂട്ടിക് ഇഷ്യൂസ് ആയിട്ട് നമ്മുടെ മുമ്പിൽ വരിക. വൈകാരികമായിട്ട് നമ്മളിലേക്ക് കടന്നു പോകുന്ന കാര്യങ്ങളാണ്. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമുക്കറിയാമല്ലോ, ഒരു വീട്ടിൽ നായ ഉണ്ടെങ്കിൽ പരിചയമില്ലാത്ത ആള് വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നായ കുരയ്ക്കും, നമ്മൾ അകത്തേക്ക് കടത്തി വിടില്ല. എന്നാൽ യജമാനൻ പുറത്തേക്ക് വന്നിട്ട് നമ്മളെ പൂട്ടിക്കൊണ്ടായാൽ നായക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
ഇങ്ങനെ 3-4 തവണ നായ ഉള്ള സമയത്ത് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ നായ പിന്നെ നമ്മളെ കാണുമ്പോഴും പരിചയം കാണിക്കുകയും വാലാട്ടുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം ഇങ്ങനെയാണ്, റിപ്പീറ്റ് ചെയ്തിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്. എന്ത് സംഗതി നമ്മുടെ ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്താലും അത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ പോലും അറിയാതെ കടന്നു പോകുന്നതാണ്. അപ്പോ നമുക്ക് ഒരു സംഗതി നമ്മളേക്ക് വരുമ്പോൾ ആദ്യം സെൻസറി മെമ്മറി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കണ്ടതായിരിക്കും, ഒന്നുകിൽ കേട്ടതായിരിക്കും, അല്ലെങ്കിൽ മോട്ടോർ സെൻസറി എന്തെങ്കിലും ചലനവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ സൊമാറ്റോ സെൻസറി ഫീലിംഗുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. മോട്ടോർ സെൻസറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും തരത്തിലും മൂവ്മെന്റുമായി ബന്ധപ്പെട്ടത്, സൊമാറ്റോ സെൻസറി ഫീലിംഗുമായി, അല്ലെങ്കിൽ സ്മെല്ല്, അല്ലെങ്കിൽ ഗസ്റ്റേറ്ററി, ഇതിനെയാണ് നമ്മൾ സെൻസറി മെമ്മറി. ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഏകദേശം ഒരു സെക്കൻഡിൽ 2 മില്യൺ ഇത്തരത്തിൽപ്പെട്ട ഇൻഫർമേഷൻ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകാം എന്നുള്ളതാണ്. 2 മില്യണോളം ഇൻഫർമേഷൻസ് കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് കണക്കാക്കുന്നത്. അങ്ങനെ വരുന്ന സംഗതി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പൊ നമ്മളൊരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, വല്ലതും നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഒരു ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഇത്ര ആളുകൾ കടന്നു പോകുന്നുണ്ട്, നമ്മളിത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് നഷ്ടപ്പെടും. കണ്ടതും കേട്ടതും നമ്മൾ മൂവ്മെന്റും ഫീലിങ്ങും ഓൾഫാക്ടറിയും ഗസ്റ്റേറ്ററിയും ഒന്നും നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് നഷ്ടപ്പെടും. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ അത് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോകും. ഞാൻ കാണുന്ന കാര്യങ്ങൾ എൻ്റെ കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. അത് ചങ്കുകളായിട്ടാണ്, കൂട്ടങ്ങളായിട്ടാണ്. 7 + 2 (A-2) എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഒന്നുകിൽ 7 ഇൻഫർമേഷന്, അല്ലെങ്കിൽ 7 × 2 9 കൂട്ടങ്ങള്, അല്ലെങ്കിൽ 7 - 2 5 കൂട്ടങ്ങൾ. ഉദാഹരണത്തിന് ഇപ്പൊ ഞാന് മീനാക്ഷി മാമിനെ കണ്ടാൽ എനിക്ക് മീനാക്ഷി മാമിന്റെ പേര് മാത്രമല്ല, മുഖം മാത്രമല്ല, അവർ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ ഒരു കൂട്ടമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരും. ഇങ്ങനെ കൂട്ടമായി വരുന്നതിനെയാണ് നമ്മൾ ചങ്ക് എന്ന് പറയുക. നമ്മളൊരു പുതിയ കാര്യം കാണുന്ന സമയത്തും ഇതുപോലെ അതുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കാണുകയോ കേൾക്കുകയോ അനുഭവിക്കുകയോ ചെയ്യും. അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് പോകും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. ലോങ് ടേം മെമ്മറിയിലേക്ക് പോവല് 2 രീതിയിലാണ്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്ന് റിപ്പിറ്റേഷൻ ആണ്, 2 ഇമോഷനാണ്. ഈ 2 സംഗതി ചെയ്തിട്ടില്ലേ നമ്മൾ കാണുന്ന പലതും. ഇത് യഥാർത്ഥത്തിൽ വലിയൊരു നേട്ടമാണ്. നമ്മൾ എന്തൊക്കെ കാണാറുണ്ട്, എന്തൊക്കെ കേൾക്കാറുണ്ട്, ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോയാലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇപ്പൊ 2 കാര്യങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകും. ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, 2 വൈകാരികമായിട്ട് സമീപിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ന് നിങ്ങൾ ചെയ്ത പല കാര്യങ്ങളും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ചെയ്യുന്നതിന് കാരണം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു വരുന്നതാണ്. അതാണ് നേരത്തെ നായന്റെ ഉദാഹരണം പറഞ്ഞത്. സ്ഥിരമായിട്ട് കാണുമ്പോൾ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യും, സ്ഥിരമായിട്ട് കേൾക്കുമ്പോൾ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യും, സ്ഥിരമായിട്ട് അനുഭവിക്കുമ്പോൾ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യും. നമുക്ക് അത്തരത്തിൽപ്പെട്ട ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ടല്ലോ. നമ്മൾ കുറേ കാലം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് വലിയ ബുദ്ധിമുട്ടല്ലാതായിട്ട് മാറും. കാരണം റിപ്പിറ്റേഷൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കും. ഇതുപോലെ തന്നെ ഇമോഷണൽ ആയ കാര്യങ്ങളും നേരത്തെ ചോദ്യമൊന്നും ചോദിക്കാതെ ലോങ് ടേം മെമ്മറിയിലേക്ക് പോകും ഈ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പോസിറ്റീവ് ആക്കിയാൽ അതിന് 21 ദിവസം മുതൽ 66 ദിവസം വരെയൊക്കെ റിപ്പീറ്റ് ചെയ്താൽ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളിൽ വരും. ഇമോഷണലി ഒറ്റ തവണ സംഭവിച്ചാലും നമ്മുടെ ഉള്ളിലേക്ക് കാര്യങ്ങൾ വരും എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്ത് കാണണം, എന്ത് കേൾക്കണം, എന്ത് അനുഭവിക്കണം എന്നുള്ളത് പരമാവധി ശ്രദ്ധിക്കുകയും വേണ്ട കാര്യങ്ങൾ വേണ്ട പോലെ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്താൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പോസിറ്റീവായിട്ട് മാറും എന്നുള്ളതാണ്. സബ് കോൺഷ്യസ് ഷോർട്ട് ടേം മെമ്മറിയുടെ നമ്മുടെ ബ്രെയിനിന്റെ പാർട്ടിനെ വിളിക്കുന്നതാണ് ഹിപ്പോ ക്യാമ്പസ്. ആണ് ഞാൻ കുറച്ചുകൂടി സയന്റിഫിക് ആക്കുന്നത്.
നമ്മുടെ ഷോർട്ട് ടേം മെമ്മറി നിലനിൽക്കുന്നത് ഹിപ്പോ ക്യാമ്പസിലാണ്, ബ്രെയിനിന്റെ ഒരു പാർട്ടാണ്. ലോങ് ടേം മെമ്മറി നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സിലാണ്. ഈ സെറിബ്രൽ കോർട്ടെക്സിലാണ് ഓർമ്മയുമായി ബന്ധപ്പെട്ട ന്യൂറൽ നെറ്റ്വർക്കുകളൊക്കെ ഫോം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ കാര്യങ്ങളൊക്കെയും നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കുകളായിട്ടാണ് ഇതാക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഒരാളെ കാണുമ്പോൾ അയാൾ നമുക്ക് ചെയ്തു തന്ന എല്ലാ ഉപകാരവും നമുക്ക് ഓർമ്മ വരും. ഉപദ്രവിച്ച ഒരാളെ കാണുമ്പോൾ അയാൾ ചെയ്ത എല്ലാ ഉപദ്രവവും അതൊരു നെറ്റ്വർക്കാണ്. ഈ നെറ്റ്വർക്കിനെയാണ് നമ്മൾ ചങ്കുകൾ എന്ന് വിളിക്കുന്നത്. കൂട്ടം കൂട്ടമായിട്ടാണ് ഈ നെറ്റ്വർക്കുകൾ ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും ഒക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അത്തരം ഒരുപാട് എക്സ്പെരിമെന്റുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യത്തിലേക്ക് വരാം. നമുക്കിപ്പോ സമ്പത്താണ് ഉണ്ടാവണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, പൈസയാണ് ഉണ്ടാവണ്ടെങ്കിൽ ഇപ്പൊ എന്താണ് നമുക്കുള്ളത് എന്നുള്ളതിനെ പറ്റി നമുക്ക് കൃത്യമായ ധാരണ വേണം. എന്നിട്ട് നമുക്ക് എന്താണ് ഉണ്ടാക്കേണ്ടത്. ഒരു ഉദാഹരണമാണ് സമ്പത്ത് പറയുന്നത്. നമുക്കിപ്പോ പൈസ ഉണ്ടാക്കണം, പോസിറ്റീവായ വഴിയിലൂടെ പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും കിട്ടിക്കൊണ്ടിരിക്കുന്നതും എന്താണെന്നും ഇനി നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിന് വേണ്ടത് കൃത്യമായ ഗോളാണ്. ഈ ഗോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനസ്സിൽ ആ ഗോളിനെ പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്താൽ നമുക്ക് ഈ പറയുന്ന സംഗതികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത് തന്നെയാണ് നമുക്കിപ്പോൾ ഏതൊരു ഹാബിറ്റ് ഫോം ചെയ്യണമെങ്കിലും ഇപ്പൊ ഇവിടെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് വായിക്കണം എന്ന് വിചാരിക്കും, ഇപ്പം വായിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് എത്രയാണ് വായിക്കേണ്ടത്? അത് നമ്മൾ നിരന്തരം അതിനെപ്പറ്റി പ്ലാൻ ചെയ്യുകയും കോൺഷ്യസ് മൈൻഡിൽ ആലോചിക്കുകയും കുറച്ച് വായിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വായന നമ്മളുടെ ഒരു ശീലമായിട്ട് മാറാൻ കുറച്ച് ദിവസം അത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ വേണ്ടത് ഒരു തീരുമാനം. സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു സംഗതി ഫോം ചെയ്യുന്നത് മേക്ക് എ ഡിസിഷൻ. ആദ്യം നമ്മളൊരു തീരുമാനം എടുക്കണം. പോസിറ്റീവായ ഒരു കാര്യത്തെപ്പറ്റി, പോസിറ്റീവായ ഒരു സംഗതിയെപ്പറ്റി ഒരു ഗോള് സെറ്റ് ചെയ്യണം. എന്താണ് ലൈഫിൽ വേണ്ടത്? മേക്ക് എ ഡിസിഷൻ. അപ്പൊ ആദ്യം നമ്മൾ തീരുമാനമാണ് എടുക്കേണ്ടത്. ഇന്റഗ്രൽ ഓപ്റ്റിമിസം പഠിക്കുന്ന സമയത്ത് ഹാപ്പിനെസ് ആണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഇപ്പം നമ്മൾ എത്രത്തോളം ഹാപ്പിയാണ്? കൂടുതൽ ഹാപ്പി ആക്കാൻ വേണ്ട നമുക്ക് എന്താണ് ഹാപ്പിനെസ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. എന്താണ് ഹാപ്പിനെസ്? അതിനു വേണ്ടി ഒരു തീരുമാനം എടുക്കണം. തീരുമാനം എടുത്താൽ പിന്നെ വേണ്ടത് ഡിസിപ്ലിനാണ്. അത് കുറച്ചു കാലം ആവർത്തിക്കണം. അതുകൊണ്ടാണ് നമ്മൾ റിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞത്. ദ അബിലിറ്റി ടു ഗിവ് യുവർ സെൽഫ് എ കമാൻഡ് ആൻഡ് ഫോളോ ഇറ്റ് എന്നുള്ളതാണ്. നമ്മൾ കമ്മിറ്റഡ് ആയിട്ട് ആ തീരുമാനം കുറച്ചു കാലം നടപ്പാക്കണം. ഗോള് സെറ്റ് ചെയ്യുക, അതാണ് എ ഡിസിഷൻ. ആ ഗോളിന് വേണ്ടി കുറച്ചു കാലം പണിയെടുക്കുക, അതിനെപ്പറ്റി നിരന്തരം ആലോചിച്ചു കൊണ്ടിരിക്കുക, ഇമോഷണലായിട്ട് വിഷ്വലൈസ് ചെയ്യുക, ഇമോഷണലായിട്ട് നമ്മൾ അതിനെ സമീപിക്കുക. മെല്ലെ മെല്ലെ അത് നമുക്ക് വേണ്ടതായിട്ട് മാറും. യു മസ്റ്റ് ബിഗിൻ ടു തിങ്ക്. അങ്ങനെ വരുമ്പോൾ അതിനെപ്പറ്റി ആലോചിച്ച് തുടങ്ങണം. ഇപ്പൊ ഇന്റഗ്രൽ ഓപ്റ്റിമിസം വേ ആണ് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത്. ആദ്യം ഒരു ഗോള് സെറ്റ് ചെയ്യുക, ആ ഗോളിനെ പറ്റി ആലോചിക്കുക, അതിന് വേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുക, അത് ബിറ്റ് ബൈ ബിറ്റായി ചെയ്തു തുടങ്ങുക, കമ്മിറ്റഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുക, അതിനെപ്പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ റിസൾട്ടിലേക്ക് മെല്ലെ മെല്ലെ നമ്മൾ മൂവ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് ഇതുവരെ പഠിച്ചതിൽ. അപ്പൊ അതിന് വേണ്ടതൊക്കെ കാണണം, വേണ്ട അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കണം, അതുമായി ബന്ധപ്പെട്ട ഫീല് നമ്മൾ വിഷ്വലൈസേഷൻ വഴിയോ മറ്റോ അനുഭവിക്കണം. ഇപ്പോൾ നടക്കുന്നത് പോലെ നമ്മൾ അതിനെ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്താൽ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കുകയും നമുക്കത് നേടിത്തരികയും ചെയ്യും എന്നുള്ളതാണ്. ഇനി ഉള്ളത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണേ. നമ്മൾ എങ്ങനെയാണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കാര്യങ്ങളെ കടത്തിവിടേണ്ടത്. നമ്പർ 1, മേക്ക് ദ ഹാബിറ്റ് കോമിക്കലി സ്മോൾ. വലിയ തീരുമാനങ്ങൾ എടുത്തിട്ട് അതിനെ ചെറിയ സ്റ്റെപ്പുകളാക്കുക. ഇതാണ് ഇന്റഗ്രൽ ഓപ്റ്റിമിസം വേ എന്ന് പറയുന്നത്. മേക്ക് ദ ഹാബിറ്റ് കോമിക്കലി സ്മോൾ. ഉദാഹരണത്തിന്, ഞാൻ വായന ഒട്ടും ഇല്ലാത്ത ഒരാളാണെങ്കിൽ
ഞാൻ തീരുമാനിക്കേണ്ടത് വായനശീലമാക്കും. 1 മണിക്കൂർ ഞാൻ വായിക്കുമെന്ന്. പക്ഷെ തുടങ്ങൽ 1 മണിക്കൂർ വെച്ചാവരുത്. ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു വരി വായിച്ച് തുടങ്ങണം. വേറൊരാൾ കേട്ടാൽ ഇപ്പോൾ ഒരു വരിയപ്പഞ്ഞ് വായിച്ചത് എന്ന് ചോദിക്കുന്ന അത്ര സിമ്പിളായിട്ട് തുടങ്ങുക. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത വലിയ വലിയ കാര്യങ്ങൾ ചെയ്താൽ അത് ആക്സെപ്റ്റ് ചെയ്യില്ല, റിജക്റ്റ് ചെയ്യും. അതിന്റെ സയൻസ് എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ മൈൻഡിന്റെ പ്രൈമറി ഫങ്ഷൻ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ പ്രവർത്തനമാണ്. ഇതൊക്കെ അഡീഷണൽ പണിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ 2026 വരാൻ പോവുകയാണ്. 10 തീരുമാനം ജനുവരി 1 മുതൽ നടപ്പാക്കുമെന്ന് പറഞ്ഞാല് 5 ദിവസേ 10 നടക്കുകയുള്ളൂ. 6ാമത്തെ ദിവസം അത് നടക്കാത്തതിന്റെ കാരണം സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ റിജക്റ്റ് ചെയ്യും. എന്താ, നിങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ട് അത് ചെറിയ അളവിൽ നടപ്പാക്കി തുടങ്ങിയാൽ സബ് കോൺഷ്യസ് മൈൻഡ് അത് അറിയ പോലും ഇല്ല. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് കോമിക്കലി സ്മോൾ ആക്കുക എന്നുള്ളതാണ്. 5 മിനിറ്റ് നടക്കുക, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നത് 1 സിപ്പ് കുടിക്കുക, അല്ലെങ്കിൽ 1 ലൈന് വായിക്കുക. പക്ഷെ ഇതെല്ലാ ദിവസവും ചെയ്യണം. ഇപ്പൊ മീനാക്ഷി മാമ് പറഞ്ഞതുപോലെ രാവിലെ ബെഡിൽ കിടന്നിട്ട് നമ്മള് പിന്നെ നമ്മുടെ തലയിൽ കൈവച്ചിട്ട് നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് വളരെ ചെറിയൊരു ആക്ടിവിറ്റിയാണ്. അവർക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടത്. 2ാമത്തെ സ്റ്റെപ്പ് അറ്റാച്ച് ടു എ റിലയബിൾ ഡെയിലി ട്രിഗർ. ഇതാണ് എനിക്ക് ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാക്ഷി മാമ പറഞ്ഞപ്പോൾ കാര്യം. എന്നും ചെയ്യുന്ന ഒരു കാര്യമായിട്ട് അതിന് ബന്ധിപ്പിക്കുക. രാവിലെ എന്നായാലും ഒരു എണ്ണിക്കണം. രാവിലെ എണീക്കുന്ന കാര്യവുമായി ബന്ധപ്പെടുത്തിയത് കൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് മാം ചെയ്ത ഒരു കാര്യം. എന്താന്ന് വെച്ചാൽ രാവിലെ എണീക്കലുമായി അത് കണക്ട് ചെയ്തു. ചില ആളുകൾ കണക്ട് ചെയ്യാറുള്ളത് ചായ കുടിക്കുന്നതിന്റെ മുമ്പ്, ചില ആളുകൾ ഓഫീസിൽ പോകുന്നതിന്റെ മുമ്പ്, ചില ആളുകൾ ചിലപ്പോൾ കിടക്കാൻ പോകുന്നതിന്റെ മുമ്പ്. എന്നും ചെയ്യുന്ന ഒരു സംഗതിയുമായിട്ട് അതിനെ അറ്റാച്ച് ചെയ്യുക. എവറി ഡേ ചെയ്യുന്ന ഒരു സംഗതിയുമായിട്ട് അത് വരുമ്പോൾ നമുക്കിത് ഓർമ്മ വരും. ഇപ്പൊ രാവിലെ എണീക്കാൻ ഈ ആളുകൾക്കൊക്കെയും അവർക്ക് എണീക്കുമ്പോൾ ഓർമ്മ വരെ ഇത് ചെയ്യണം എന്നുള്ളത്. നമ്മൾ ഓഫീസിൽ പോണതിന്റെ മുമ്പ് 5 മിനിറ്റ് ആണെങ്കിൽ ഡ്രസ്സ് ചെയ്താൽ നമുക്ക് ഓർമ്മ വരും, ഓക്കെ ഒരു പാരഗ്രാഫ് വായിക്കണം. അതുപോലെ കിടക്കുന്നതിന്റെ തൊട്ട് മുമ്പാണെങ്കിൽ ബെഡിൽ പോകുന്നതിന്റെ മുമ്പ് നമുക്ക് ഓർമ്മ വരും, ഓക്കെ ഒരു പാരഗ്രാഫ് വായിക്കണം. ഏതെങ്കിലും ഒരു കാര്യവുമായിട്ട് ആഫ്റ്റർ ബ്രഷിങ് അല്ലെങ്കിൽ ഡ്രിങ്കിങ് കോഫി, ചായ കുടിച്ചിട്ടോ ബ്രഷ് ചെയ്തിട്ടോ. 2ാമത്തെ സംഗതി ഇങ്ങനെയാണ്. ഒരു സംഗതി നേടിയെടുക്കുന്നതിന്റെ വഴിയാണ് സ്റ്റെപ്പ് 3. എല്ലാ ദിവസവും നമ്മൾ അത് നിലനിർത്തുക എന്നുള്ളത്. അതിന്റെ എത്ര ചെയ്തു എന്നുള്ളതല്ല, എവരി ഡേ. എന്തിനാന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞില്ലേ, കണ്ട് കേട്ട് അനുഭവിച്ച് നമ്മുടെ ബ്രെയിനിൽ ഒരു ന്യൂറോ പാത്ത് രൂപപ്പെടുന്നതിന് വേണ്ടി, ഒരു ന്യൂറൽ നെറ്റ്വർക്ക് രൂപപ്പെടുന്നതിന് വേണ്ടി. നെവർ മിസ് എ ഡേ, സെലിബ്രേറ്റ് ആൻഡ് ട്രാക്ക് എവരി ഡേ. എല്ലാ ദിവസവും നമ്മളത് ചെയ്യുക എന്നുള്ളതാണ്. 4ാമത്തെ സ്റ്റെപ്പ് അപ്ലൈ 1%. മെല്ലെ മെല്ലെ അത് കൂട്ടിക്കൊണ്ടുവരിക. എങ്ങനെയാ കൂട്ടിക്കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. 1ാമത്തെ ആഴ്ച നമ്മൾ ഒരു പാരഗ്രാഫ് വായിക്കുക. 2ാമത്തെ ആഴ്ച 1%, ഒരു പാരഗ്രാഫ് കൂടി കൂട്ടുക. 3ാമത്തെ ആഴ്ച ഒരു പാരഗ്രാഫ് കൂടി കൂട്ടുക. നമുക്കൊരു 3-4 മാസം കൊണ്ട് 30 മുതൽ 40% വരെ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് പോകും. ഇതാണ് ഇന്റഗ്രൽ ഓപ്റ്റിമിസം വേല് സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു പോസിറ്റീവ് ശീലം ഉണ്ടാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. 4 സ്റ്റെപ്പുകൾ. സ്റ്റെപ്പ് 1 ചെറിയ ഒരു സംഗതി തുടങ്ങുക. സ്റ്റെപ്പ് 2 അത് എന്നും ചെയ്തു വരുന്ന ഒരു ഹാബിറ്റുമായിട്ട് കണക്ട് ചെയ്യുക. സ്റ്റെപ്പ് 3 എന്നും അത് നിലനിർത്തുക. സ്റ്റെപ്പ് 4 മെല്ലെ മെല്ലെ ചെറിയ അളവിൽ കൂട്ടിക്കൊണ്ടുവരുക. അങ്ങനെ അതിനെ കൂട്ടിക്കൂട്ടി വരുന്നതാണ് നമ്മൾ ഈ പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി ഇതാണ്, സെഗ്മെന്റ് ഇന്റന്റിംഗ് എന്ന് പറയുന്ന ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ. ഹെസ്റ്റർ ഹിക്സിന്റെ ഒരു ടെക്നിക്കാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും ചെയ്യുക. കാരണം ഓൾറെഡി ഇന്ന് നമ്മളൊരു ടെക്നിക്ക് ചെയ്തു കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇമോഷണലി
എങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കോൺഷ്യസ് മൈൻഡിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത്. അപ്പൊ അതിന്റെ സെഗ്മെന്റ് ഇന്റൻഡിങ് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും. അത് പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും അടുത്ത സെഷൻ നമ്മൾ തുടങ്ങുക. ഇന്ന് നമ്മൾ പിന്നെ ഫോർഗിവ്നെസ് ചെയ്തതുപോലെ. അപ്പൊ ഇങ്ങനെയാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ മെരുക്കിയെടുക്കേണ്ടത്. ഇങ്ങനെയാണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ആരോട് കൂട്ടുകൂടുന്നു, എന്നും എന്ത് കേൾക്കുന്നു, എന്നും എന്ത് കാണുന്നു, എന്നും എന്ത് അനുഭവിക്കുന്നു, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ലൈഫിൽ നമുക്ക് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ബിറ്റ് ബൈ ബിറ്റ് ആയിരിക്കണം. ഒരു ത്രെട്ടായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിന് തോന്നരുത് എന്നുള്ളതാണ്. റൈറ്റ്, നമുക്ക് ഓൾറെഡി സമയമായിട്ടുണ്ട്. എന്നാൽ പോലെ ഒരു 5 മിനിറ്റ് നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. മോമൻജി, ആ സ്ലൈഡ് ഒന്ന് കാണിക്കോ? ലാസ്റ്റ് ആ സ്റ്റെപ്സ് എഴുതിയ സ്ലൈഡ്. ഷുവർ. PPT നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓ, താങ്ക് യു മോമൻജി. ഓക്കെ. സാറ് എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ട്. സാർ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മളെ മൈൻഡിനെ സ്വാധീനിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. ശരിക്കും അതേപോലെ തന്നെ വേറൊരാള് ഒരു ഫുഡ് നമുക്ക് ഉണ്ടാക്കി തരുന്ന അവരെ ആ ഒരു എനർജി നമ്മളെ മൈൻഡിനെ സ്വാധീനിക്കുന്നില്ലേ? ഷുവർ. അതെനിക്ക് ശരിക്കും അനുഭവത്തിൽ അറിയാം. ചില സ്ഥലത്തുനിന്ന് ചില ആൾക്കാർ, ഈവൻ ഒരു നെഗറ്റീവ് ആയുള്ള ആൾക്കാർ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അന്ന് ഭയങ്കരമായിട്ട് കൺട്രോൾ പോകും, മൈൻഡിനൊരു ഭയങ്കര ഒരു ഇത് വരുത്തുന്നുണ്ട്. ശരിക്കും നമുക്ക് അതും ഒരു ശ്രദ്ധിക്കേണ്ട വിഷയമാണല്ലേ? യെസ്. നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സംഗതിയാണ്. അത് നമ്മളെ നല്ലോണാണെങ്കിൽ അതിന് നേരത്തെ പറഞ്ഞതാണ് പ്രശ്നം. ചോക്ലേറ്റ് ആൻഡ് ഷുഗർ, എക്സാക്ട്ലി. നമ്മൾ മനസ്സിനെ നേരത്തെ പറഞ്ഞതാണ് അതിന്റെ പ്രശ്നം. നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ, ഇമോഷണലായാൽ അത് അങ്ങ് കടത്തിവിടും. അതുകൊണ്ടാണ് നേരത്തെ ഒരു നായയുടെ ഉദാഹരണം പറഞ്ഞത്, റിപ്പീറ്റ് ചെയ്താൽ. അതുകൊണ്ട് നമ്മൾ പോസിറ്റീവാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. മറ്റത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് കോൺഷ്യസ് മൈൻഡിൽ റിജക്റ്റ് ചെയ്യാൻ പഠിക്കും. അതുപോലെ ഇമോഷണൽ സാഹചര്യങ്ങളിൽ വന്നു പോയാൽ തെറാപ്പി ചെയ്തിട്ട് നമ്മൾ അതിനെ മാനേജ് ചെയ്യണം. സാർ, താങ്ക് യു. മോമൻജി, സാർ ഒരു ഞാനൊരു സോറി പറഞ്ഞോളൂ. നോ മാം, നോ മാം ചോദിച്ചോളൂ. ചോദിക്കാനായിരുന്നില്ല, അതുകൊണ്ടാണ്. അതെനിക്ക് ഗ്രൂപ്പിലായാലും പറയാം, നിങ്ങൾ ചോദിച്ചോളൂ. അല്ല, സാറ് പറഞ്ഞില്ലേ സബ് കോൺഷ്യസ് മൈൻഡിന് ഈ ഡെവലപ്മെന്റൽ സ്റ്റേജ് സബ് കോൺഷ്യസ് മൈൻഡ് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോ ഞാന് വായിച്ചിട്ടുണ്ട്, ഈ അഡൽട്ട് കണ്ടന്റ് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മെനാർക്ക് വരും എന്നുള്ളത് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ അവിടെ ഒന്ന് കണക്ട് ആയി. പിന്നെ വേറൊരു കാര്യം സാർ, ഈ മക്കൾ ഈ പരസ്യം കാണുമ്പോ, ഞാൻ പണ്ട് ഒരു സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് KSF എന്നൊരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ KSFന്റെ ആഡിൽ അവര് പറയുന്നത് ഈ നാടിന്റെ ധൈര്യം എന്നാണ്. അപ്പൊ എന്റെ മക്കൾ ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞപ്പോ എനിക്ക് ആകെ ദേഷ്യം കയറിയാണ്. എന്റെ ഉള്ളിൽ ഈ അനുഭവം ഉണ്ടല്ലോ, പിന്നെ ഞാനത് കാണുന്നതേ നിർത്തി അവിടെ. അപ്പൊ ആ ഒരു സംഭവം സാർ പറഞ്ഞപ്പോ ഇങ്ങനെ ഓർമ്മയായി രണ്ട് കാര്യം. നമ്മൾ പണ്ട് നാട്ടിൽ പറയുന്ന ഒരു കാര്യമില്ലേ, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും. അത് തന്നെയാണ് സംഗതി. നമ്മൾ എവിടെ ചാരുന്നോ അത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ പോലും അറിയാതെ അങ്ങനെ കടന്നു ചെല്ലുന്നല്ലോ. പക്ഷെ സെൽഫ് എസ്റ്റീം കൂടുതലുള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ അഡൽട്ട് കണ്ടിലുള്ള ആൾക്കാരിൽ സ്വാധീനം കുറവായിരിക്കില്ല സാർ? യെസ്, അവർ കോൺഷ്യസ് മൈൻഡ് റിജക്ട് ചെയ്യേണ്ടത് റിജക്ട് ചെയ്യും. കോൺഷ്യസ് മൈൻഡ് പവർഫുൾ ആണെങ്കിൽ നമുക്ക് അതുകൊണ്ടാണ് എഡ്യൂക്കേറ്റഡ് മൈൻഡ്, ഇന്റലിജൻസ് എന്നൊക്കെ കോൺഷ്യസ് മൈൻഡിനെ വിളിക്കുന്നത്. അവിടെ വേണ്ട വിവരവും അറിവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ സ്വാധീനം ഉണ്ടാവും.
ഉദാഹരണത്തിന് ഇന്ത്യൻ സാഹചര്യം തന്നെ എടുത്താൽ ഉത്തരേന്ത്യയിൽ നടക്കുന്ന പല ഗിമ്മിക്കുകളും കേരളത്തിൽ നടക്കാത്തതിന്റെ കാരണം ഇവിടെ കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആണ്. അവിടെ റിജക്റ്റ് ചെയ്യാനും ആക്സെപ്റ്റ് ചെയ്യാനും കുറച്ചും കൂടി ചോയ്സുകളുണ്ട്. ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കോൺഷ്യസ് മൈൻഡിനുണ്ട്. ഓക്കെ സർ, താങ്ക് യു. റിലീജിയനും പൊളിറ്റിക്സും ഒക്കെ വർക്ക് ചെയ്യുന്നത് ഇതിലാണല്ലോ. നമ്മുടെ ബിലീഫ് സിസ്റ്റം അതിനങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ കിടക്കും. ഇപ്പൊ എനിക്കൊരു കാര്യം പറയാനുള്ളത് സാറേ, ആ എൻ്റെ അനുഭവത്തിലും എൻ്റെ മോളുടെ കേസില് ഈ സബ് കോൺഷ്യസ് മൈൻഡിന് റിപ്പീറ്റേഷൻ കൊടുത്തപ്പോൾ അവളിപ്പോ ഓക്കെ ആയിന്ന് എനിക്ക് തോന്നാറുണ്ട്. yeah, മറ്റേ മോള് പോയതിനു ശേഷം ആള് ഭയങ്കര ഡൗൺ ആയിരുന്നു. yes. ഇപ്പോന്ന് വെച്ചാല് അന്ന് നമ്മ നിർബന്ധിച്ചാലും അവൾക്ക് പറ്റാത്ത പല കാര്യങ്ങളും ഇപ്പൊ അവൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്തു തുടങ്ങി. Yeah. പ്രത്യേകിച്ച് അതിനെ ഹെൽപ്പ് ചെയ്തത് കൂടുതലും സാറിന്റെ ക്ലാസ്സുകൾ തന്നെയാണ്. Yeah. അതെങ്ങനെ ഏത് റൂട്ടിൽ കൂടെ പോണ്ടേന്ന് എനിക്ക് മനസ്സിലായത് സാറിന്റെ ക്ലാസ്സിൽ കൂടെ തന്നെയാണ്. Yeah. പല ക്ലാസ്സുകളിലും ഞാനിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവളെ കൊണ്ടുപോകേണ്ട ഒരു റൂട്ട് എനിക്ക് അത് ഈ റിപ്പീറ്റേഷൻ കൊണ്ടാണ് കൂടുതലും Yeah. നമ്മളും അങ്ങനെ ഓക്കെ തന്നെയല്ലേ ആയത്. നമ്മളും ആ അങ്ങനെ തന്നെയല്ലേ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിലുണ്ടാവും. ആ ന്യൂറോപാത്ത് ഡെവലപ്പ് ചെയ്യും. അല്ലാത്ത കാര്യം നമ്മൾ വിട്ടു. അതെ, ചെറുപ്പത്തിൽ സംഭവിച്ച കാര്യമാണ്. പക്ഷെ അത് അവൾക്ക് ഷോക്ക് ആയിരുന്നെങ്കിലും നമ്മളത് പതുക്കനെ റിപ്പീറ്റ് ചെയ്ത് ഇപ്പൊ അവള് മറ്റേത് ആരായിട്ടും കൂടൂലായിരുന്നു. ഇപ്പൊ എല്ലാവരായിട്ടും കൂടൽ തുടങ്ങി. ഗുഡ്. യെസ്. അതെനിക്കൊരു ഭയങ്കര ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ഭയങ്കര ഒരു അറിവാണത്. അത് ഇതുകൊണ്ടാണെന്ന് മനസ്സിലായി ഇപ്പോ. നമ്മൾ ഈ 90%, 10% എന്നുള്ള കണക്കൊന്നും പറയാതെ അതിന്റെ സയൻസ് സൈഡ് മാത്രം പറഞ്ഞു പോയത് ഇപ്പൊ അത് ആ സയന്റിഫിക്കലി പ്രൂവൻ ആണ് ഇത്തരം കാര്യങ്ങൾ. അതെ അതുകൊണ്ട് അതെ നമുക്ക് കൂടുതൽ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ പറ്റുന്നുള്ളത് കൊണ്ടാണ് അതിന്റെ നമ്മളെ പറ്റി പറയാനുള്ളത് 90% സബ് കോൺഷ്യസ് മൈൻഡും 10% കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറഞ്ഞൊരു ജനറൽ അവയർനെസ്സിന് പകരം വളരെ കൃത്യമായിട്ട് നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിന്റെ സ്വാധീനം തന്നെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് പതുക്കനെ സാറേ തന്നെയാണ് ഇത് ശരിയായത്. എക്സാക്ട്ലി. ഹലോ സാറേ ഞാൻ സാറേ ഹലോ ക്ലിയർ ഉണ്ടാ? പറഞ്ഞോളൂ. യെസ്, ഹലോ സാർ സാർ പറഞ്ഞോളൂ. നേരത്തെ പറഞ്ഞ മറ്റേ ഈ മാസ് ഹിപ്നോസിസ് പോലെയാണല്ലോ ഈ സിനിമയും പരസ്യങ്ങളൊക്കെ അല്ലേ? യെസ്, ഒരു മാസ് യെസ്. ഹിപ്നോസിസ് എന്ന് പറയാൻ കാരണം സാർ നേരത്തെ പറഞ്ഞ ഈ മമ്മൂട്ടിന്റെ കാര്യം. ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഈ മമ്മൂട്ടിന്റെ ഈ ഫെയിം ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. ഇപ്പൊ ഞാൻ കണ്ടിട്ടില്ല സിനിമ, ആ റിവ്യൂ ഒന്നും കേട്ടിട്ടില്ല. പക്ഷെ സാറ് പറഞ്ഞ പോലെ ആളുകൾ പുറത്ത് വരുമ്പോൾ മമ്മൂട്ടിനെ ഇത്രയും വെറുപ്പോടെ കാണുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റീസെറ്റ് നടക്കുമോ അവരുടെ മനസ്സിൽ? പിന്നെ മമ്മൂട്ടി പിന്നെ ആ ഒരു രീതിയിൽ അത് തന്നെ എല്ലാവരും അതായത് അഡൽട്ടിന്റെ മനസ്സിൽ ഇത് റീസെറ്റ് നടക്കും. കാരണം ആ സമയത്തുണ്ടാവുന്ന ഒരു സംഗതിയാണത്. അത് കുറച്ച് കഴിയുമ്പോൾ ആ അറിയാം. നമുക്ക് കേരളത്തിൽ നടന്നൊരു സംഭവമില്ല, ആ സീരിയൽ ഞാൻ മറന്നുപോയി. എറണാകുളത്ത് നിന്ന് സീരിയൽ നടിക്ക് അടി കിട്ടിയില്ലേ, ഒരു മലപ്പുറത്തുകാരി ഉമ്മയുടെ അടുത്തുനിന്ന്. കാരണം ഈ നടി അത്രയും മോശമായിട്ട് പിന്നെ അവളുടെ മരുമകളോട് പെരുമാറുന്നത് കൊണ്ട് ബസ് സ്റ്റാൻഡിലിട്ട് അടിച്ച വാർത്ത നമ്മളെ മാതൃഭൂമി പത്രത്തിൽ വന്നിരുന്നു കുറച്ച് കൊല്ലം മുമ്പതായതുകൊണ്ട് എക്സാക്റ്റ് ഓർക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് അഭിനയിക്കുന്നതാണെങ്കിൽ പോലും ഇവര് സീരിയലാവുമ്പോ എന്നും കാണും. ആ ഒരു കഥാപാത്രത്തോട് തോന്നിയ വെറുപ്പ് അവരെ കണ്ടപ്പോ ബസ് സ്റ്റാൻഡിൽ വെച്ച് അടിച്ചിട്ടുണ്ട്. അങ്ങനെ യെസ്, അല്ല നമ്മുടെ അല്ല മനസ്സ്. അല്ല സാറേ, ഈ മാസ് ഹിപ്നോസിസിനെ പറയാൻ കാരണം ഇന്നൊരു കേസ് വിധി വന്നിട്ടുണ്ടായിരുന്നു. ആ അപ്പോൾ ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് എല്ലാ മീഡിയക്കാരും വളഞ്ഞും തിരിഞ്ഞും ഒക്കെ ഈ നടനെ ആക്രമിക്കുകയായിരുന്നു. ആ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇത്ര കൊല്ലം കിട്ടും അത്ര കൊല്ലം കിട്ടും എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. പക്ഷേ കോടതിയിൽ ആ ജഡ്ജിനെ പോലും ഈ എതിർഭാഗം മാറ്റിക്കൊടുത്തു. പെണ്ണ് ജഡ്ജിനെ പോലും ആക്കിയിട്ട് പോലും വിധി വരുമ്പോൾ തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ആളുകളൊക്കെ കുറ്റം പറയാണ്. ആ അതുവരെ അവർ നിയമത്തെ ഉയർത്തിപ്പിടിച്ച ആളുകൾ പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉള്ളത് ശിക്ഷ കിട്ടുന്നുള്ളതാണ്. നോക്കുമ്പോൾ ഇയാളെ വെറുതെ വിട്ടപ്പോൾ എല്ലാവരും ഇല്ല, ഒരു 50-50 ആയിട്ടാണ് ആൾക്കാർ യെസ്, നേരെ തിരിഞ്ഞു, നിയമത്തിനെതിരെ തിരിഞ്ഞു. അപ്പോൾ അതൊരു സബ് കോൺഷ്യസ് സംഭവം തന്നെയല്ല നടക്കുന്നതല്ലേ? തീർച്ചയായിട്ടും. ഇത്ര അതായത് ഭയങ്കരമായിട്ട് നമ്മളെ മനസ്സിലുള്ളതിനെതിരായിട്ട് വരുന്ന സമയത്ത് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത. ഇത് തന്നെയാണല്ലോ അതെ. നമ്മൾ അല്ല സാർ, റിലീജിയസ് അല്ലല്ല ആയിട്ട്. സാർ, അല്ല അതിൻ്റെ അകത്ത് അവർക്ക് ഒരു ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നില്ല. കാരണം കോടതിയിൽ എവിഡൻസ് ആണ് നോക്കുന്നത്.
ഇവര് ആ നോക്കുന്നത് TV ചാനലിലുള്ള റിപ്പോർട്ടർമാർ ഈ പറയുന്ന കാര്യങ്ങളാണ് ജഡ്ജ്മെന്റ് ആയിട്ട് അവരുടെ മനസ്സിലുള്ളത്. പക്ഷേ കോടതിയിൽ ശരിക്കുള്ള എവിഡൻസ് 9 കൊല്ലമായിട്ട് നടന്ന കാര്യമാണല്ലോ. പക്ഷെ അതായിരിക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ അതേപോലെ ആ തന്നെ സാർ നേരത്തെ പറഞ്ഞ ന്റെ കാര്യം, ആ കുട്ടീനെ റിഗ്രഷനിൽ കൂടെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂല. ഏത് കുട്ടീനെ? നേരത്തെ പറഞ്ഞ 16 വയസ്സുള്ള കുട്ടിക്ക് യെസ് യെസ് യെസ്. ആ മാനസികമായിട്ട് കുട്ടിക്ക് തെറാപ്പി ആവശ്യമുണ്ട്, ആ കുട്ടിക്ക് തെറാപ്പി ആവശ്യമുണ്ട്. പക്ഷെ ആ കുട്ടിയുടെ മനസ്സൊന്ന് ഓക്കെ ആവണമെങ്കിൽ മെഡിസിനും ആവശ്യമുണ്ട്. കാരണം ഇപ്പൊ ആ കുട്ടിക്ക് നമുക്ക് കോൺഷ്യസ് മൈൻഡ് ലഭ്യമല്ലാത്തത് കൊണ്ടാണ് കുറച്ച് മെഡിസിൻ ആവശ്യമായി വരുന്നത്. ആ കുട്ടിക്ക് ആക്ച്വലി തെറാപ്പിയാണ് വേണ്ടത്, പക്ഷെ കുട്ടിയുടെ കോൺഷ്യസ് മൈൻഡ് നമുക്ക് കിട്ടണം. ഓക്കെ ഓക്കെ, എന്തായാലും നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. നമുക്ക് 10:10 താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോമൻജി. ഗുഡ് നൈറ്റ് സർ.